ശുദ്ധമായ കഅബയെ കാണുമ്പോൾ ചൊല്ലാൻ പറഞ്ഞ ദിക്റുകളുണ്ട്. കഅബയെ കാണുമ്പോൾ ഓർമ്മവരെ ഒരു വാപ്പയെ ഒരു മകനെ അങ്ങനെയല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. saya barangnya mereka syarah itu ada mereka benar asli mereka asli itu mereka orang Islam dan orang lain karena itu ada orang besar mereka semua di dalam bola alhamdulillah isabatul ain haqquna karena സത്യമാണ് ഇതിനെ പറ്റി പിന്നെ എപ്പോഴെങ്കിലും ആര് പറയാം ഇതൊരു സംഗതിയാണ് ഇംഗ്ലീഷുകാരൻ അതിനെ ഈവിൾ ആയി വിളിക്കാം നമ്മുടെ നാട്ടിലൊക്കെ മനസ്സിലാവാത്ത അതൊന്നുമില്ല العين حق حقيقة إن أكثر ما يموت أمتي بعد قضاء الله وقدره بالعين الله قدر القضاء بين أധികം ആളുകൾക്ക് മരണം സംഭവിക്കുന്നത് കണ്ണേർ കൊണ്ടാണ് സ്വഹീഹായ ഹദീസാണ് ഇവിടെ അങ്ങനത്തെ വിഷയമൊന്നുമില്ല ആർക്കിങ്ങനെ കണ്ണേർ തട്ടിയെന്ന് തോന്നിയാൽ 4 സൂറത്ത് യാസീൻ ഓതി വെള്ളത്തിലേക്ക് ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഊതിയിട്ട് ആ വെള്ളമെടുത്ത് കുളിക്കണം എന്ന് ഉലമാ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ 4 യാസീൻ ഓതുക, ബാത്റൂമിലല്ല പുറത്ത് വെച്ചിട്ട് യാസീൻ ഓതുക, ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക, 4 യാസീൻ ഓതി ആ വെള്ളത്തിലേക്ക് ഊതുകയും എന്നിട്ടത് കുളിക്കുകയും ചെയ്താൽ കണ്ണേറിന്റെ ശല്യം ഒഴിവായി പോയി. അല്ലാഹു തആല അപകടങ്ങളിൽ നിന്നൊക്കെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിന് ചെയ്യേണ്ട വിഷയം വെച്ചാൽ മാഷാ അല്ലാഹ് എന്ന് പറയണം. അല്ലാഹുവിന്റെ പേര് പറയണം. ഏത് കാര്യം ഇഷ്ടപ്പെട്ടാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ബിസ്മില്ലാഹ് അല്ലാഹുവിന്റെ പേര് പറയണം. അപ്പോൾ പിശാചുക്കളുടെ ആക്രമണം ഉണ്ടാവില്ല. ഇഷ്ടപ്പെട്ട സാധനം കാണുമ്പോൾ എന്തൊരു ഭംഗി എന്ന് പറയുമ്പോൾ ആ സമയത്ത് പരിസരത്തുള്ള പിശാച് ഈ നോക്കപ്പെട്ട വസ്തുവിനെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെയാണ് ശർഅ് വ്യാഖ്യാനിക്കാൻ ബഷീർ സാഹിബ് പറഞ്ഞത്. നമ്മൾ വിഷയം അല്ല, ഹജ്ജിലേക്ക് തിരിച്ചു വരാം. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا നബിയേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇത് يرفع إبراهيم القواعد من البيت മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ അസ്തിവാരങ്ങൾക്ക് മീതെ കഅബയെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന നേരം വഇസ്മാഈലു പിന്നെ ആരുടെ അവിടെ ഇസ്മാഈലുണ്ട് അലൈഹിസ്സലാം വാപ്പയും മകനും വാപ്പയും മകനുണ്ടാക്കിയതാ കഅബ. വാപ്പയുണ്ട് മകനുണ്ട് അവിടെ. പരിശുദ്ധമായ സഫയുടെയും മർവയുടെയും ഇടയിലൂടെ ഇങ്ങനെ ഓടുമ്പോ അന്നൊരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പത്നി ഇസ്മാഈൽ നബിയുടെ ഉമ്മ ഹാജർ റളിയല്ലാഹു അൻഹ ഓടിയ ഓട്ടമാണത്. എന്തിനാണ് ഓടുന്നതെന്ന് അറിയോ? തന്റെ പിഞ്ചു പൈതലായ പ്രിയ ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിനെ കുടിക്കാൻ പാലില്ലാതെ വെള്ളം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, വെള്ളം തീർന്നു പോയതിന്റെ പേരിൽ അമ്മിഞ്ഞ പാല് പോലും കൊടുക്കാനില്ലാതെ വിഷമിച്ചപ്പോ ഒരിച്ച് വെള്ളം കിട്ടുമോ എന്നാലോചിച്ച് 2 മലകളുടെ ഇടയിലൂടിയ മഹദിയാണ് ഹാജർ റളിയല്ലാഹു അൻഹ. ഇങ്ങനെ ഈ ഒരു ഇടത്താണ് ഒരിക്കൽ ഉമ്മയായ ഹാജർ ബീവി പിഞ്ചു പൈതൽ ഓടിയത്. സഈ ചെയ്യുമ്പോൾ കുറച്ച് സ്ഥലത്ത് പച്ചലൈറ്റ് വെച്ചിട്ടുണ്ട്. കണ്ണിന് ഭയങ്കര മധുരം തരുന്ന, കണ്ണിന് ആനന്ദം തരുന്ന നിറം പച്ച നിറമാണ്. സയന്റിസ്റ്റുകൾ തെളിയിക്കുന്ന വിഷയമാണ്. അത് ലീഗായതുകൊണ്ടാണ് പറയുന്നത്. അത് കണ്ണിന് അല്ലാഹു ഏറ്റവും അപ്പീലിംഗ് ആയി, കണ്ണിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലാഹു വെച്ച നിറം വെള്ളല്ല, ഏതാ പച്ച നിറമാണ്. ഈ ലോകത്തിന് അങ്ങനെയല്ല. ഏലക്കം നിറമാക്കാൻ പറ്റുമോ? ഏലക്ക പച്ചല്ലേ. അവിടെ ഒരു പച്ച നിറം ചാർത്തിയിട്ടുണ്ട്. സഈ ചെയ്യുന്ന സ്ഥലത്തൊരു പച്ച ലൈറ്റ് വെച്ചിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണമെന്നാ? പുരുഷന്മാർ ഒന്ന് ധൃതി പിടിച്ച് റംല ചെയ്യണം എന്ന് പറയും. ഒന്ന് ധൃതി പിടിച്ച് നടക്കണം. ഓടല്ല, ധൃതി പിടിച്ച് നടക്കണം.
പെണ്ണുങ്ങൾ ചെയ്യാനും പാടില്ല. അവർ സാധാരണ നടക്കാൻ പാടില്ല. പെണ്ണുങ്ങളോട് ഓടന്ന് പെണ്ണുങ്ങൾക്ക് പറഞ്ഞതല്ല, പുരുഷന്മാർ എന്തെന്നറിയോ? ആ ഒരു സ്ഥലത്തെത്തിയപ്പോഴാണ് കഅബയുടെ തൊട്ട് മുമ്പിൽ കടത്തി പോന്ന പിഞ്ചു പൈതൽ ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിന്റെ കരച്ചിൽ കാതിൽ ഇങ്ങനെ കേൾക്കുന്ന സ്ഥലമായിരുന്നു അത്. ആ കരച്ചിൽ കേൾക്കുമ്പോ പടച്ചവനെ വെള്ളം കിട്ടാതെ എന്റെ കുഞ്ഞ് മരിച്ചു പോകുമോ എന്ന് ചിന്തിച്ച് വളരെ പെട്ടെന്ന് നടന്നിരുന്ന പ്രദേശത്താണ് വെച്ചിട്ടുള്ളത്. അടങ്ങനെ ഓടുമ്പോ ഒരു ഉമ്മാക്ക് കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹം നമ്മുടെ ഉമ്മമാർ എത്ര സ്നേഹിച്ചിട്ടുണ്ട് നമ്മെ വളർത്തിയെടുക്കാനെന്ന്. ഹജ്ജ് കഴിഞ്ഞ് വരുന്ന മനുഷ്യൻ, ഉംറ കഴിഞ്ഞ് വരുന്ന മനുഷ്യന് പിന്നെ ഉമ്മയോട് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഉംറ കഴിഞ്ഞ് വന്നാൽ ഉമ്മയുടെ വില എന്താണെന്ന് മനസ്സിലാവണ്ടേ? അങ്ങനെ ഒരു ഉമ്മ നടന്ന നടത്തമല്ലേ സഅയ്. സംസം കുടിക്കുന്നുണ്ട്, നമ്മുടെ സംസം കുടിക്കുന്നുണ്ട്. ആ പിഞ്ചു പൈതലിന്റെ കാലിന്റെ അടിയിൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറക് കൊണ്ട് കോരിയെടുത്തതല്ലയോ സംസം. സംസം ചിന്തിക്കുമ്പോൾ ഒരു കുഞ്ഞ്, സഫാ മർവ ചിന്തിക്കുമ്പോൾ ഒരു ഉമ്മ, കഅബാലയം കാണുമ്പോൾ ഒരു വാപ്പയും മകനും. അതാണ് ഹജ്ജ്. കുടുംബത്തെ പഠിപ്പിക്കുകയാണ് അല്ലാഹു, കുടുംബത്തെ പഠിപ്പിക്കുകയാണ്. റബ്ബനാ أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة. അല്ലാഹുവേ, എന്റെ കുടുംബത്തെ ഞാൻ എന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ അരികത്ത് വന്ന് പാർപ്പിച്ചിരിക്കുകയാണ്. അവിടെ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട്, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോനുണ്ട് ഇസ്മാഈൽ അലൈഹിസ്സലാം. കുട്ടിയാണ്, ചെറിയ പൈതലാണ്. അല്ലാഹുവേ, അവര് താമസിക്കുന്ന ഇടങ്ങളിൽ വൃക്ഷങ്ങളില്ല, സസ്യലതാദികളില്ല, വെള്ളമില്ല, മനുഷ്യരില്ല. അതുകൊണ്ട് മനുഷ്യരുടെ മനസ്സുകളൊക്കെയും അങ്ങോട്ടാക്കി കൊടുക്കണേ പടച്ചവനെ. അവർക്ക് ഭക്ഷിക്കാനുള്ളത് നീ കൊടുക്കണേ അല്ലാഹ്. സംസങ്ങനെ കാണുമ്പോൾ ഒരു വാപ്പ ചെയ്ത ദുആ അല്ലാഹു സ്വീകരിച്ചതിന്റെ അടയാളമാണ് കാണുന്നത്. അവർ ഉപേക്ഷിച്ചു പോവല്ലേ? ഫലസ്തീനിൽ നിന്ന് കൊണ്ടുവന്നു, 3000 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുവന്നു മക്കയുടെ അടിയരികത്താക്കി തിരിച്ചുപോയി. ഇവിടെ വെള്ളമില്ല, കിണറില്ല. ഇവിടെ ആരൊരു മനുഷ്യന്റെ അടുത്ത് അയൽപക്കത്ത് ചെന്ന് ചോദിക്കണമെങ്കിൽ അയൽപക്കക്കാർ വേണ്ടേ? ഇവരില്ല. ഇവരെ നീ നോക്കണം കേട്ടോ. ആ പ്രാർത്ഥനക്ക് അല്ലാഹു ചെയ്ത മറുപടിയാണ് സംസം. സംസം വെള്ളം കാണുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് വാപ്പയുടെ ദുആഇന് ഉത്തരമുണ്ടെന്ന മസലയാണ്. എന്റെ വാപ്പ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. എന്റെ ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, വാപ്പയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ കുടിക്കുന്ന സംസം അതൊരു പിതാവിന്റെ പ്രാർത്ഥനയാണ്, മക്കൾക്ക് വേണ്ടി ചെയ്ത ദുആയാണ്. കുടുംബാണ്. മുസ്ദലിഫയും മിനായും അറഫയും കാണുമ്പോ, അവിടെ കല്ലെറിയുന്ന ജമാഅത്തുകൾ കാണുമ്പോ, അവിടെയാണ് ഒരിക്കൽ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ പൊന്നുമോനെ ഉദ്ഹിയ്യത്ത് ചെയ്യാൻ കൊണ്ടുപോകുമ്പോ പിശാചിനെ അറ്റാക്ക് ചെയ്തത്, പിശാചിനെ തടസ്സപ്പെടുത്തിയത് അവിടെ കല്ലെറിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ചെറിയ കൊച്ചു കല്ലുകൾ എടുത്തുകൊണ്ട് എറിയുന്നത്. എന്താണ് ഏറെന്നറിയുമോ? എന്താണ് ഈ കഥ? മോനെ ഇസ്മാഈലേ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഫലമ്മ ബലഗ മഅഹു السعي. സമർപ്പിക്കാൻ ഇവിടെ സ്ഥലമുണ്ട്. ഈ ഭാഗത്ത് നിൽക്കുന്ന ആളെല്ലാം കൂടെ സ്റ്റേജിന്റെ ഒരു 10-25 ആൾക്ക് ഇരിക്കാൻ പാപ്പയോടുകൂടെ പൊന്നുമോനെ ഓടിച്ചാടി നടക്കാനുള്ള പ്രായമായപ്പോൾ പാപ്പയോടുകൂടെ ഗൾഫുകാർ ആലോചിക്കണം, വാപ്പയുടെ കൂടെയാണ് മക്കൾ വളരേണ്ടത്. വാപ്പ
വാപ്പയുടെ കൂടെയാണ് മക്കൾ ജീവിക്കേണ്ടത്. ഗൾഫുകാർക്ക് മറുപടി വേറെ കൂടുതൽ പഠിക്കാനുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അനുമതി പ്രകാരം കുഞ്ഞിനെ അറുക്കാനുള്ള അല്ലാഹുവിന്റെ കമാൻഡ് വന്നപ്പോ മഹാനായ ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ പൊന്നുമോൻ ചോദിച്ചിട്ടില്ല നിങ്ങൾ ആരാണ്. ഇതാമ്മ പോക്കരക്കാരല്ലേ പുറത്തൊക്കെ പുസ്തകന്മാർ പറയാറുണ്ട്. അങ്ങനെ ഇസ്മാഈൽ നബി ചോദിച്ചിട്ടില്ല. അങ്ങനെ എന്റെ വാപ്പയാണോ കൊച്ചുകുട്ടിയായപ്പോ അവിടെ ആക്കി തിരിച്ചു പോയി ഒരു ദിവസം പോലും നിന്നിട്ടില്ല. അന്ന് പിന്നെ തിരിച്ചു വരാൻ വർഷങ്ങൾക്ക് ശേഷം ആ വർഷങ്ങളുടെ ഗ്യാപ്പുകൾ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ പൊന്നുമോൻ ചോദിച്ചിട്ടില്ല ഉമ്മ ഈ മനുഷ്യന്റെ വാപ്പയാണോ വേറെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചിട്ടില്ല. 2 വർഷം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വരുന്ന വാപ്പ 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വാപ്പ എന്തെങ്കിലും ഡോക്യുമെന്റുകളുടെ പ്രശ്നത്തിൽപ്പെട്ട് ജയിലിൽ കടന്ന് 10 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വാപ്പ ആ വാപ്പയെ കാണുമ്പോൾ കൊച്ചുമക്കൾ ചോദിക്കൂല ഇത് ആരാവുമായി വന്നത് എന്റെ വാപ്പ തന്നെയാണോ. ഗൾഫുകാരൊക്കെ വന്നാൽ കുട്ടികൾ കിടക്കാൻ പറ്റില്ല അമ്മാന്റെ കൂടെ കിടന്നിട്ട് ഇന്നിപ്പോ വേറെ കിടക്കുന്നത് കുട്ടികൾ ഉറങ്ങാൻ സമ്മതിക്കാത്ത എത്ര അല്ലേ. ആദ്യത്തെ 2 ആഴ്ച വേറെ കിടക്കല്ലേ എന്ത് ചെയ്യാൻ പറ്റും. കുട്ടി കിടക്കാൻ കിടക്കണ്ടേ കുട്ടിന്റെ ഉമ്മാന്റെ കൂടെ. കുട്ടിക്കറിയില്ല മനുഷ്യൻ ആരാ. ഇങ്ങനെ ഒരു സംഭവം ഹാജർ ബീവിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഹാജർ ബീവി സ്വന്തം ഭർത്താവ് കുഞ്ഞിന്റെ വാപ്പ ഫലസ്തീനിൽ ജീവിച്ചപ്പോഴും മഹാനായ കൊച്ചു ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിന്റെ വാപ്പയെ കുറിച്ച് നിരന്തരമായി പറഞ്ഞു കൊടുത്തിരുന്ന ഉമ്മയാണ് ഹാജർ റളിയല്ലാഹു അൻഹ. മോനെ നിനക്കൊരു വാപ്പയുണ്ട്, വാപ്പ ഇങ്ങനെയാണ്, അല്ലാഹുവിന്റെ നബിയാണ്, വാപ്പ താമസിക്കുന്നത് എവിടെയാണ് മോനെ, വാപ്പയുടെ കാണാൻ വരും കേട്ടോ, അല്ലാഹുവിന്റെ നബിയാണ്, വാപ്പ അല്ലാഹു പറഞ്ഞത് കേട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. ഇങ്ങനെ കുട്ടിക്ക് എപ്പോഴും ഹാജർ ബീവി പറഞ്ഞു കൊടുത്തതിന്റെ ഫലമാണ് ഇബ്രാഹിം നബിയെ കണ്ടപ്പോൾ കുട്ടി അപരിചിതം കാണിക്കാതിരുന്നത്. വാപ്പല്ലാന്ന് വിചാരിച്ച് കുട്ടികളെ കയറൂരെ വിടുകയല്ല. വാപ്പയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഉമ്മയാണ് ഹാജർ ബീവി. ഉമ്മയെ പറഞ്ഞു കൊടുക്കുകയാണ് വാപ്പ വരാനുണ്ട് മോനെ, അപ്പൊ നീ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വാപ്പയെ പഠിപ്പിച്ചു കൊടുത്ത ഉമ്മയുടെ ചരിത്രമാണ് ഹജ്ജ്. ഇബ്രാഹിം നബി പറഞ്ഞു യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹു فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. ഉദ്ഹിയ്യത്ത് പോലും ബാപ്പയുടെയും മകന്റെയും ചരിത്രമാണ്. ഉദ്ഹിയ്യത്ത് ബാപ്പ മകനോട് കൂടിയാലോചിച്ച വിഷയമാണ്. ബാപ്പ മകനോട് കൂടിയാലോചിച്ചു. എന്താലോചിച്ചതറിയോ? യാ ബുനയ്യ കുഞ്ഞുമോനെ ഇന്നി അറാ ഫിൽ മനാമി ഞാൻ സ്വപ്നം കാണുന്നുണ്ട് മോനെ അന്നി അദ്ബഹുക ഞാൻ നിന്നെ അറുക്കുന്നതായിട്ട് അല്ലാഹുവിനെ സമർപ്പിക്കുന്നതായി സ്വപ്നം കാണുന്നു. ഫൻദുർ നീ ഒന്ന് ചിന്തിക്ക് നിന്റെ അഭിപ്രായം എന്താണ് മോനെ എന്ന് ചോദിച്ച വാപ്പയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മക്കളോട് കൂടി ആലോചിക്കുന്ന വാപ്പമാരുണ്ടോ? ഖുർആൻ പറയാ കൂടി ആലോചിക്കണം. ഇബ്രാഹിം നബി പിന്നെന്ന് വന്നിട്ട് കണ്ണ് പൊത്തിപ്പിടിച്ച് 2 കൈയും കാലും കൂട്ടി കെട്ടിയിട്ട് കൊണ്ടുപോയതല്ല. കുഞ്ഞിനോട് ചോദിച്ചു മോന്റെ അഭിപ്രായം പഠിപ്പിക്കുമ്പോ മക്കളോട് മുതിർന്ന മക്കളോട് വാപ്പമാർ കൂടി ആലോചിക്കണം. ഒരു വിഷയം ചെയ്യാം. വാപ്പ ബിസിനസ് തുടങ്ങല്ലോ മക്കളെ അപ്പാക്ക് ഇങ്ങനെ ഉദ്ദേശം അഭിപ്രായം ഒന്ന് ചോദിക്കാം. വാപ്പ മക്കളോട് മുശാവറ ചെയ്യണം. ഇസ്മാഈൽ നബിയോട് ചോദിച്ചു മോന്റെ അഭിപ്രായം എന്താണെന്ന് പറയും. മോൻ എനിക്കാവില്ല എന്ന് പറഞ്ഞ ഇബ്രാഹിം കേൾക്കോ? ഇബ്രാഹിം പറഞ്ഞത് ചെയ്യും. പക്ഷെ മോൻ
ഇത് പഠിപ്പിക്കുകയാണ്. ഉദ്ഹിയത്തും പെരുന്നാളിന്റെയും ചരിത്രം വാപ്പയും മക്കളും തമ്മിലുള്ള ഡിസ്കഷനുകളാണ്, പരസ്പരമുള്ള ട്രാൻസ്പാരൻസി. നിങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ മക്കളോട്? മരിക്കുമ്പോഴാണ് വാപ്പ അവിടെ 2 കോടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ 10 ലക്ഷം കടമ ഞങ്ങളോട് പറഞ്ഞുകൂടായിരുന്നോ? എത്ര സംഭവമുണ്ട്. മക്കൾ അറിയാതെ നടത്തുന്ന ഏർപ്പാടുകൾ എന്നറിയിക്കുക, ചർച്ച ചെയ്യാം. വിശുദ്ധ ഖുർആൻ കുടുംബത്തെ പരിചയപ്പെടുത്താൻ ഒരു നബിയെയും പറഞ്ഞില്ല. അത് നബിയെ പറഞ്ഞപ്പോൾ ഹവ്വ ബീവിയെ പറഞ്ഞു, ദാവൂദ് നബിയെ പറഞ്ഞപ്പോൾ പൊന്നുമോൻ സുലൈമാൻ അലൈഹിസ്സലാമിനെ പറഞ്ഞു, ഇബ്രാഹിം നബിയെ പറഞ്ഞപ്പോൾ വാപ്പ ആസന്നവരെ പറഞ്ഞു, ഇസ്മായിൽ നബിയെ പറഞ്ഞു, മക്കളെ പറഞ്ഞു, ഇസ്ഹാഖ് നബിയെ കുറിച്ച് പറഞ്ഞു, ഭാര്യയെ കുറിച്ച് പറഞ്ഞു, സാറ ബീവിയെ കുറിച്ച്, ഹാജർ ബീവിയെ കുറിച്ച് പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ മൊത്തം കുടുംബത്തെ അവതരിപ്പിച്ചു. മൂസ നബി അലൈഹിസ്സലാമിനെ പറഞ്ഞപ്പോൾ മൂസ ബിൻ ഇമ്രാൻ വാപ്പയുടെ പേര് പറഞ്ഞു, ഇമ്രാൻ എന്നവരുടെ മകൻ മൂസ നബി. ഉമ്മയെ പറഞ്ഞു, പ്രസവിച്ച നേരത്തെ ആ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രസവിച്ച ഉമ്മയുടെ ചരിത്രം പറഞ്ഞു ഖുർആൻ. നൈലിലൂടെ പെട്ടിയിലാക്കി ഒഴുക്കി വിട്ടപ്പോ ആ പെട്ടി എവിടെയാണ് ചെന്ന് ചേരുന്നതെന്ന് ഒന്ന് പോയി നോക്കണേ മോളെ എന്ന് പറഞ്ഞ് ഇബ്രാഹിം മൂസ നബി അലൈഹിസ്സലാമിന്റെ പെങ്ങളും മൂസ നബിയുടെ ഉമ്മാന്റെ മോളുമായ മറിയം എന്ന കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, ഈ പെട്ടിക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കിക്കാണണം. മറിയം എന്നാണ് മൂസ നബിയുടെ പെങ്ങളുടെ പേര്. ഈസാ നബിയുടെ ഉമ്മാന്റെ പേര് മറിയമാണ്. പക്ഷെ മൂസ നബിയുടെ പെങ്ങളുടെ ചരിത്രം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മയെ പറ്റി പറഞ്ഞു, മക്കളെ കുറിച്ച് പറഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പറഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ 11 സഹോദരന്മാരെ പറ്റി പറഞ്ഞു. 11 സഹോദരന്മാരുടെ കഥ പറഞ്ഞു. വാപ്പയെ കുറിച്ച് പറഞ്ഞു, ഉമ്മയെ കുറിച്ച് പറഞ്ഞു. ആ ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല യാ അബതി ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. ഖാല യാ അബതി ഇന്നി റഅയ്തു 11 كوكبا والشمس والقمر رأيتهم لي ساجدين. യൂസുഫ് നബി പറഞ്ഞ വാക്കുകൾ അതാണ്. യാ അബതി ഉപ്പാ, യാക്കൂബ് നബിയോട് ചോദിക്കുന്നു, ഉപ്പാ യാ അബതി ഇന്നി റഅയ്തു, ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താ കണ്ടത്? 11 കൗകബൻ, 11 നക്ഷത്രങ്ങളെ ഞാൻ കണ്ടു. والشمس والقمر, സൂര്യനെ കണ്ടു, ചന്ദ്രനെ കണ്ടു. റഅയ്തുഹും ലീ സാജിദീൻ, അവരെനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് ഉപ്പാ. ആര് പറഞ്ഞു? യൂസുഫ് നബി അലൈഹിസ്സലാം. ആരോട് പറഞ്ഞു? വാപ്പയായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട്. എന്നിട്ട് ഖുർആൻ തിരുത്തി കൊടുക്കുകയാണ്, സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട് യൂസുഫ് നബിയെ. ആ 11 നക്ഷത്രങ്ങൾ നിങ്ങളുടെ 11 സഹോദരന്മാരാണ്. ആ സൂര്യൻ നിങ്ങളുടെ വാപ്പയാണ്, ചന്ദ്രൻ നിങ്ങളുടെ ഉമ്മയാണ്. എന്താണ് ഈ പാഠം? വാപ്പ സൂര്യനെ പോലെയാണ്, ഉമ്മ നിങ്ങൾക്ക് രാത്രിയിൽ വെളിച്ചം തരുന്ന, ഇരുട്ടിൽ നിങ്ങൾക്ക് അഭയം തരുന്ന, ഇരുട്ടിൽ നിങ്ങളെ സഹായിക്കുന്ന, വെളിച്ചം തരുന്ന ചന്ദ്രൻ നിങ്ങളുടെ ഉമ്മയാണെങ്കിൽ, നിങ്ങളുടെ പകലന്തിയോളം നിങ്ങൾക്ക് തണലേകുന്നത് സൂര്യനാണെങ്കിൽ, സൂര്യനാണ് നിങ്ങളുടെ വാപ്പ. വാപ്പ സൂര്യനോളം പ്രാധാന്യമുണ്ടെന്നും ഉമ്മ ഒട്ടും പ്രാധാന്യത്തിൽ കുറവല്ലെന്നും ചന്ദ്രനെ പോലെയെന്നും പരിചയപ്പെടുത്താൻ വേണ്ടി അല്ലാഹു ഒരു സ്വപ്നത്തിന്റെ കഥ പറഞ്ഞു തന്നില്ലേ? ഉമ്മയുടെയും വാപ്പയുടെയും വില മനസ്സിലാക്കി തരാൻ, ഉമ്മയുടെയും വാപ്പയുടെയും വില മനസ്സിലാക്കി തരാൻ സൂര്യൻ എന്ന് കണ്ടത് വാപ്പയും ചന്ദ്രൻ എന്ന് കണ്ടത് ഉമ്മയും. 11 നക്ഷത്രങ്ങൾ സുജൂദിൽ വീഴുന്ന 11 നക്ഷത്രങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർ. കുടുംബബന്ധമല്ലേ ഈ പറയുന്നത്? ഇതല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതിന്റെ ഉള്ളിലൂടെ ആലോചിച്ചു നോക്കി. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്തഅദൻതു റബ്ബി അൻ നസൂറ ഖബ്റ ഉമ്മി. എന്റെ ഉമ്മയായ ആമിന ബീവി മരണപ്പെട്ട് കിടക്കുന്ന മദീനയിലെ അബവായിൽ പോയി എന്റെ ഉമ്മയെ സിയാറത്ത് ചെയ്യാൻ ഞാൻ അല്ലാഹുവിനോട് അനുമതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയെ കാണാൻ ചെന്നിട്ടുണ്ട്. 50 വർഷങ്ങൾക്ക് ശേഷം
50 വയസ്സാണ് അല്ലാഹുവിന്റെ റസൂലിന് അന്ന് മദീനത്തേക്ക് പോയി. അബവായിലെ പൊന്നു ഉമ്മയായ ആമിന ബീവിയുടെ ഖബർ നബി തങ്ങൾക്ക് അറിയാം. അവിടെ ചെന്നിരുന്നു. ഫബകാ വഅബ്കന്നാസ മൻ ഹൗലഹു. നബി തങ്ങൾ കരയുകയും തൊട്ടരികിലിരിക്കുന്ന മുഴുവൻ ആളുകളെയും കരയിപ്പിക്കുകയും ചെയ്തുവെന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. ഉമ്മയെ തേടി പോയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ അങ്ങനെയാണ്. മദീനത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ അരികത്തിലൂടെ പോകാതെ സുബ്ഹി നിസ്കരിച്ച് നബി തങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങാറില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബന്ധം തന്റെ ഭാര്യയോടുള്ള ഖദീജ ബീവിയോട്, മറ്റു ഭാര്യമാരോടുള്ള ബന്ധം, നബി തങ്ങളുടെ മക്കളോടുള്ള ബന്ധം, എന്തിനേറെ തന്നെ അവിടുത്തെ ഹൃദയാപിളയായിരുന്ന അലി റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ തന്റെ മരുമകന്റെ ഉമ്മയെ പോലും അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനിച്ചില്ലേ? അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹാ. അലി റളിയല്ലാഹുവിന്റെ ഉമ്മാന്റെ പേര് ഫാത്തിമ എന്നാണ്. മകളുടെ ഭാര്യയുടെ പേര് ഫാത്തിമ. അത് ഫാത്തിമ ബിൻതു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി തങ്ങളുടെ ഉമ്മായുടെ പേര് ഫാത്തിമ ബിൻതു അസദ്. അസദ് എന്നവരുടെ മകൾ ഫാത്തിമ എന്നവർ അലി തങ്ങളുടെ ഉമ്മയാണ്. ആ ഉമ്മ മരിക്കാൻ കിടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സന്ദർശിക്കുക മാത്രമല്ല, ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹയുടെ ജനാസ ഖബറിലേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ നബി തങ്ങൾ അവിടുത്തെ പുതപ്പൂരി കൊടുക്കുകയും അവിടുത്തെ ഞങ്ങൾ പുതച്ചിരുന്ന പുതപ്പെടുക്കുകയും ആ പുതപ്പിൽ മഹദിയായ ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹയെ കഫമായി പുടയുകയും തക്രീമൻ ലിസൗജിഹി ബിനതിഹി, സ്വന്തം മകളുടെ ഭർത്താവല്ലേ അലി റളിയല്ലാഹു അൻഹു, അവരുടെ ഉമ്മയല്ലേ മരിച്ചു പോകുന്നത്, ആ ഉമ്മയെ ബഹുമാനിക്കുന്നത് എന്തിനെന്നറിയോ? എന്റെ മോളെ ഓടുന്നത് ഈ അലി എന്നവരല്ലേ, അവരുടെ ഉമ്മയല്ലേ ഈ മരണപ്പെട്ടത്, അവർക്ക് വേണ്ടി ഖബറിലേക്ക് ഇറങ്ങുകയും നബിയുടെ പരിശുദ്ധമായ പുതപ്പ് പുതച്ചു കൊടുക്കുകയും ചെയ്ത് എങ്ങനെയാണ് കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി. അത് മാത്രമല്ല, ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കടന്നു. ദഖൽതുൽ ജന്ന, മിഅ്റാജിന്റെ രാവിലെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗലോകത്തേക്ക് കടന്നു വന്ന കഥ പറയുന്നുണ്ട്. ദഖൽതുൽ ജന്ന ഫസമിഅതു ബിഹാ ഖറാ, സ്വർഗ്ഗത്തിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ എനിക്ക് അവിടെ ചില ഒച്ചകൾ കേൾക്കാൻ കഴിഞ്ഞു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, ലിമൻ ഹാദാ, ആർക്കാണിത്, ആർക്കാണ് അല്ലാഹു മണിമാളികകൾ ഒരുക്കി ഇവിടെ കാത്തുവച്ചിരിക്കുന്നത്, ആർക്കാണിതെന്ന് ചോദിച്ചപ്പോൾ ഫഖീല, മലക്കുകൾ അല്ലാഹുവിന്റെ റസൂലിന് മറുപടി കൊടുത്തു, ലിഹാരിസത ബിൻ നുഅമാൻ കാന ബാറൻ ബി ഉമ്മിഹി, ഇത് ഹാരിസത ബിൻ നുഅമാൻ എന്ന സ്വഹാബിയാണ് നബിയെ, അങ്ങയുടെ ശിഷ്യനാണ് നബിയെ ഹാരിസത ബിൻ നുഅമാൻ. എന്താ കാരണം എന്നറിയോ? കാന ബാറൻ ബി ഉമ്മിഹി, സ്വന്തം ഉമ്മാക്ക് ഉപകാരം ചെയ്ത മോനായിരുന്നു ഹാരിസ, ഉമ്മയെ സ്നേഹിച്ച മോനായിരുന്നു ഹാരിസത ബിൻ നുഅമാൻ. കാന ബാറൻ ബി ഉമ്മിഹി, അങ്ങനെ മലക്കനിക്ക് മറുപടി പറഞ്ഞപ്പോൾ ഫഖുൽതു, ഞാൻ മലക്കിനോട് പറഞ്ഞു, കദാലികുമുൽ ബിർറു കദാകുമുൽ ബിർറു, ഇങ്ങനെയാണ് ഉമ്മയെയും ബാപ്പയെയും നോക്കിയാൽ ഇത് കിട്ടും, ഉമ്മയെയും ബാപ്പയെയും നോക്കിയാൽ ഇങ്ങനെയാണ് അല്ലാഹു പ്രതിഫലം തരുന്നതെന്ന് മലക്കിനോട് ഞാൻ മറുപടി പറഞ്ഞു വന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ഇതാണ് ഈ പഠിപ്പിക്കുന്നത്. ഉമ്മ ആരാണ്, ബാപ്പ ആരാണെന്ന് പഠിപ്പിക്കുകയാണ്. ദഖൽതുൽ ജന്ന ഫവജദതു ഉമ്മ സുലൈം, സ്വർഗ്ഗത്തിലേക്ക് ഞാൻ കടന്നപ്പോൾ ഉമ്മ സുലൈമിനെ ഞാൻ കാണാനിടയായി. നബിയുടെ സ്വഹാബിയത്താണ് ഉമ്മ സുലൈം റളിയല്ലാഹു അൻഹാ. ഫഖുൽതു, ഞാൻ ചോദിച്ചു, സബഖതിനി ഇലൽ ജന്ന, ഉമ്മ സുലൈമേ, ഞാൻ പോലും വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ സ്വർഗ്ഗത്തിലെത്തിയോ എന്ന് ഉമ്മ സുലൈമിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഫഖീല ലി, എന്നോട് പറയപ്പെട്ട മറുപടി,
ബിമാ കാനത് തുർദി സൗജഹാ തന്റെ ഭർത്താവിനെ എമ്പാടും തൃപ്തിപ്പെടുത്തിയിരുന്ന ഭാര്യയായിരുന്നു ഉമ്മു സുലൈം. ഭർത്താവിനെ സ്നേഹിച്ചതിന്റെ പേരിൽ, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്തു കൊടുത്തതിന്റെ പേരിൽ നബി തങ്ങൾ കടക്കുന്നതിന്റെ മുമ്പേ ഉമ്മു സുലൈം സ്വർഗ്ഗത്തിലെത്തി എന്ന് അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. തങ്ങൾ തിരിച്ചു വന്നപ്പോ ഉമ്മു സുലൈം എന്നവർ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. മുസ്ലിം എന്നവർ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടപ്പോൾ അല്ലാഹു കാണിച്ചു കൊടുത്തു സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന പെണ്ണാണ്. ഇതിന്റെ കാരണം അറിയോ? ബിമാ കാനത് തുർദി സൗജഹാ തന്റെ ഭർത്താവിനെ സ്നേഹിച്ചിരുന്ന പെണ്ണായിരുന്നു, തന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിയിരുന്ന പെണ്ണായിരുന്നു. അതുകൊണ്ടാണ് കുടുംബം ചെയ്യുന്ന ഇബാദത്തിന് കൂലി കൂടുതലാണ്, ഭാര്യയും ഭർത്താവും ചെയ്യുന്ന ഇബാദത്തിന് കൂലി കൂടുതലാണ്. റഹിമല്ലാഹു റജുലൻ അല്ലാഹു ഒരാൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ദുആ ചെയ്യുന്നു. റഹിമല്ലാഹു റഅൻ ഖാമ മിനൽ ലൈലി രാത്രി തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പുരുഷൻ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഫഅയ്ഖദ ഇംറഅതഹു ഒറ്റയ്ക്ക് എഴുന്നേൽക്കുക മാത്രമല്ല തന്റെ ഭാര്യയോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. പെണ്ണെ നീയും എഴുന്നേൽക്കുക, നമുക്ക് രണ്ടുപേർക്കും തഹജ്ജുദ് നിസ്കരിക്കാം. അങ്ങനെ ഭാര്യ എഴുന്നേൽപ്പിച്ച ഭർത്താവിനെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു പോയത് ഏതെങ്കിലും ആളിന് വരുന്ന ഉസ്താദല്ല, അഷ്റഫുൽ ഖൽഖാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ദുആയുടെ ഭാര്യ ഭർത്താവ് നിസ്കരിച്ചാൽ ഒറ്റയ്ക്ക് നിസ്കരിച്ച് പെണ്ണിനെ വെട്ടാത്ത ആളാണ്, കുഴപ്പമില്ല, ഇത് കൂലിണ്ട്. ഭാര്യയും ഭർത്താവുമായി ജീവിച്ച് 2 പേരും അല്ലാഹുവിനെ വഴിപ്പെട്ടാൽ അവർക്ക് റഹ്മത്ത് നീ ചെയ്യണേ എന്ന് ലോകത്തിന്റെ ഗുരു നാവുകൊണ്ട് കളവ് പറയാത്ത, പറഞ്ഞു തന്നോ അല്ലാഹു തരുന്ന വിവരമല്ലാതെ മറ്റൊന്നും സംസാരിക്കാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫകുതിബ ഇൻദല്ലാഹി മിനൽ ദാകിരീന അല്ലാഹ കസീറൻ വദാകിറാത്ത്. അങ്ങനെ നിസ്കരിക്കുന്ന ഭാര്യയും ഭർത്താവും അല്ലാഹുവിന്റെ ധാരാളം ദിക്ർ ചൊല്ലുന്ന ആണുങ്ങളിലും പെണ്ണുങ്ങളിലും അല്ലാഹു അവന്റെ പേര് രേഖപ്പെടുത്തുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് കാലത്ത് തന്നെ അങ്ങനെ. ഇന്നത്തെ കാലത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഭാര്യ ഭർത്താവും ഉമ്മയും വാപ്പയൊക്കെയാണെങ്കിൽ എന്തൊരു കൂലിയാണ്, എന്തൊരു കൂലിയായി, ഭയങ്കര. എന്റെ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന കാലത്ത്, എന്റെ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് ആരെങ്കിലും ഇബാദത്ത് ചെയ്താൽ എന്നിലേക്ക് ഹിജ്റ വന്നതിന്റെ കൂലി ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൽ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ വഴിക്കാണ് നമ്മുടെ ചർച്ച പോകുന്നത്. നല്ല ഉമ്മയാണ്, നല്ല കുടുംബമാണ്. ഒരു ഹദീസ് ഞാൻ കേൾപ്പിക്കുകയാണ്. ആരും ആരെയും മുഖത്ത് നോക്കരുതേ, ആരും നോക്കണ്ട. ഒരു ഹദീസ് പറയാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബികൾ പറഞ്ഞു, ഇന്ന ശർറൽ റിജാലി പുരുഷന്മാരിൽ ഏറ്റവും മോശപ്പെട്ട ആൾ എന്ന് പറയുന്നത് ശർറൽ റിജാൽ, പുരുഷന്മാരിൽ മോശപ്പെട്ട ആൾ. പെണ്ണുങ്ങളെന്ന് പറയണ്ട, പറഞ്ഞു സാർ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക. എപ്പോഴും പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞ വേള പറയില്ല, ആണുങ്ങളെ പറഞ്ഞു കൊടുക്കുക ഞാൻ പറയണ്ടാക്കൂല. ആണുങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ പുരുഷന്മാരിൽ ഏറ്റവും മോശപ്പെട്ടവർ ആരെന്നറിയുമോ? ഒരാള് ഇദാ ദഖല ബൈതഹു അവന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ഇഹ്തമ്മത് സൗജതുഹു അവന്റെ ഭാര്യയ്ക്ക് പിന്നെ ദുഃഖമാണ്. ആൾ വന്നാൽ ഭാര്യയ്ക്ക് വിഷമമാണ്. വഹറബ ഔലാദുഹു ഇയാൾ ഉള്ളിലേക്ക് വന്നാൽ മക്കളൊക്കെ വീടിന്റെ പുറത്തേക്ക് ഓടിപ്പോകും. ഫഇദാ ഖറജ മിൻ ബൈതിഹി ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഫരിഹത്ത് സൗജതുഹു ഭാര്യയ്ക്ക് സന്തോഷമാണ്. വഫരിഹ ഔലാദുഹു മക്കൾക്ക് സന്തോഷമാണ്. വീട്ടിലേക്ക് വന്നാൽ ആ വീട്ടിലെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന പുരുഷന്മാർ വീട്ടിലേക്ക് വരുന്നത് ഭാര്യയ്ക്ക് വെറുപ്പാണ്. വാപ്പ വരുന്നത് കണ്ടാൽ
നമ്മളാണോ എന്ന് ആലോചിച്ചാൽ മതി. ആരെ പുറത്തേക്ക് നോക്കണ്ട. ആ വാപ്പയാണോ ഈ വാപ്പയാണോ, നമ്മളാണോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇത് നമ്മളാവരുത്, ഇങ്ങനെ നമ്മളാവരുത്. വാപ്പമാരിൽ മോശപ്പെട്ടവർ അങ്ങനത്തവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല വാപ്പയാകാൻ, നല്ല ഭർത്താവാൻ ഒരുപാട് പഠിപ്പിച്ചു. ഒരു വാപ്പ ചെയ്യുന്ന നന്മ തന്റെ മക്കളെ വളർത്തിയെടുക്കുന്നതാണ്. മക്കളെ വളർത്തണമെങ്കിൽ മക്കൾ വീട്ടിൽ വേണ്ട. ഈ വാപ്പയെ കണ്ടവർ ഓടിപ്പോവുക. പിന്നെ എങ്ങനെ വാപ്പ മക്കളെ വളർത്തലാണെങ്കിലും ഭയങ്കര കൂലിയുള്ള വിഷയം, ഭയങ്കര കൂലിയാണ്. ഒരു മനുഷ്യൻ തന്റെ മക്കൾക്ക് അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കലാണ് ഒരുപാട് സ്വതക്ക ചെയ്യുന്നതിനേക്കാളും, ഒരു സ്വതക്ക ചെയ്യുന്നതിനേക്കാളും അയാൾക്ക് ഖൈർ സ്വന്തം മക്കൾക്ക് അച്ചടക്കം പഠിപ്പിക്കലാണ്. ഒരാൾ തന്റെ മക്കൾക്ക്, ഒരു വാപ്പയോ ഒരു ഉമ്മയോ തന്റെ മക്കൾക്ക് അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരുപാട് സ്വതക്ക ചെയ്യുന്നതിനേക്കാളും ഖൈറാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഒരു ഹദീസ് കൂടെ നോക്കുന്നു. ഇദാ നമറൽ വാലിദ് ഇലാ വലദിഹി, ഒരു വാപ്പ തന്റെ മകനെ കാണുകയോ തന്റെ പെൺമക്കളെ കാണുകയോ ചെയ്താൽ, മക്കളെ കണ്ടാൽ, ഫസറഹു, മക്കളെ കാണാൻ, മക്കളൊക്കെ വലുതായി, ചെറിയ മക്കളല്ല, മക്കളൊക്കെ ഒന്ന് വലുതായി, സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി, ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. ആ മക്കളെ കാണുമ്പോൾ, ആ മക്കളെ കാണുമ്പോൾ വാപ്പാക്ക് സന്തോഷം തോന്നിയാൽ, ഒരു വാപ്പ തന്റെ കണ്ണുകൊണ്ട് മക്കളെ നോക്കുകയും ഒരു ഉമ്മ തന്റെ കണ്ണുകൊണ്ട് മക്കളെ നോക്കുകയും, ആ കാഴ്ചയിൽ മക്കളെ കാണുമ്പോൾ ഉമ്മാക്കും വാപ്പാക്കും സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ, ഒരു അടിമയെ വാങ്ങി അല്ലാഹുവിന് വേണ്ടി മോചനം ചെയ്ത് അല്ലാഹുവിന് വേണ്ടി ചൊല്ലിയ പ്രതിഫലം ഓരോ നോട്ടത്തിലും ഉമ്മാക്കും വാപ്പാക്കും അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അങ്ങനെ സന്തോഷിക്കണമെങ്കിലേ ഈ മക്കളെ ഒരുപാട് ശിക്ഷണം കൊടുത്ത് വളർത്തിയ വാപ്പയാവണം. അപ്പോഴല്ലേ അവരെ സന്തോഷിക്കുള്ളൂ. അവരെ പറ്റി ഒരു ചീത്ത പേര് കാണുന്നില്ല. എന്റെ മക്കളെ ദുഷ്പേര് വരുത്തിയിട്ടില്ലല്ലോ ഉടച്ചോനെ, എന്റെ മക്കൾ നല്ല മക്കളാണല്ലോ. ഇത് കാണുമ്പോ വാപ്പക്ക് സന്തോഷം. ഈ സന്തോഷിക്കണമെങ്കിൽ കുറെ അധ്വാനിക്കണ്ടേ. അതുകൊണ്ടാണ് ഖുർആൻ മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞത്. അതിലിപ്പോ എന്റെ പറഞ്ഞോട് വല്ല ബന്ധം ബന്ധമുണ്ട്. അള്ളാന്റെ പ്രയോഗം ഖുർആനിൽ വിജയിച്ചു എന്ന് പറയാൻ ഒരുപാട് പ്രയോഗമുണ്ട്. ഫാസ ഫൗസൻ അദീമാ, ഫാസ വിജയിച്ചു, അതല്ല അഫ്ലഹ വിജയിച്ചു. എന്താ അഫ്ലഹിന്റെ ഒറിജിൻ അറിയോ? ഫല്ലാഹ്. ഫല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? കർഷകൻ. ഒരു കർഷകനെ സംബന്ധിച്ച് പറയുന്ന വാക്കാണ് അഫ്ലഹ. ഫല്ലാഹ് മുഫ്ലിഹ്, വിജയിച്ചവൻ. എങ്ങനെ കർഷകൻ വിജയിക്കുന്നത്? വിത്ത് പാകുന്നു, ഭൂമി ശരിയാക്കണം, വിത്ത് പാകണം, വളർന്നു കൊടുക്കണം, മഴയെ പ്രതീക്ഷിക്കണം, നനച്ചു കൊടുക്കണം, വളരണം, പ്രാണികളെ നശിപ്പിക്കുമെന്ന് നോക്കണം. അങ്ങനെ നോക്കി 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 വളർന്നു വന്ന് ഒരു കാറ്റടിച്ചത് പോയി പോകും, റബ്ബേ കൊടുക്കാറ്റൊന്നും വരാതെ കാക്കണേ, അങ്ങനെ പാകമാകുമ്പോൾ പറിച്ചെടുക്കുന്ന കർഷകൻ, അയാൾക്ക് സന്തോഷമുണ്ട്. ആ പ്രയോഗമാണ് അഫ്ലഹ. വെറുതെ വിജയം വരില്ല, അധ്വാനത്തിന് ശേഷം വരുന്ന സന്തോഷം, അധ്വാനിച്ചതിന് ശേഷം വരുന്ന വിജയം. അതാ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവുക. അധ്വാനിച്ചിട്ട് നമുക്ക് വിജയം വരും, അല്ലാതെ വെറുതെ കൈ കിട്ടിയിരുന്ന വിജയം വരില്ല. അത് അഫ്ലഹ, അധ്വാനിച്ചതിന് ശേഷമാണ് വിജയം വരുന്നത്. അതുകൊണ്ടാണ് അഫ്ലഹ അല്ലാഹു പ്രയോഗിക്കാൻ കാരണം. ഫല്ലാഹിനെ പറ്റി പറയുന്ന വാക്കാണത്, കർഷകനെ കുറിച്ച് പറയുന്ന വാക്കാണ്. കർഷകൻ വിജയിക്കുന്നത് എപ്പോഴാണ്? ആ കൃഷിയൊക്കെ റൈപ്പ് ചെയ്ത് വന്നു, അതിന് ഹാർവെസ്റ്റ് കഴിയുമ്പോൾ ഒരു സന്തോഷം. വിളവെടുപ്പ്, അതിന്റെ മുമ്പ് എത്രയും മനുഷ്യൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും മക്കളെ വളർത്തിയിട്ടുണ്ടാവുക. അങ്ങനത്തെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഉമ്മാക്കും അപ്പാക്കും സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ആ സന്തോഷം കാരണം അല്ലാഹു അടിമയെ മോചനം ചെയ്ത കൂലി അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എത്ര തവണ നോക്കാൻ പറ്റും ഒരു ഉമ്മാക്കും അപ്പാക്കും മക്കളെ? ഒരു ദിവസത്തിൽ എത്ര നോട്ടം നോക്കാം? അതിനൊക്കെ ഓരോ അടിമയെ വാങ്ങിച്ച് വിതരണം ചെയ്ത് അല്ലാഹുവിന് വേണ്ടി മോചനം ചെയ്തതിന്റെ കൂലി. എന്താ അതിന്റെ കൂലി? ഭയങ്കരല്ലേ? വലിയ വലിയ തിന്മകൾക്കുള്ള പ്രായശ്ചിത്തം പറഞ്ഞത്
ഒരു അടിമയെ മോചിപ്പിക്കാൻ മക്കളെ നോക്കുന്ന ഓരോ നോട്ടവും പിന്നെ അടിമമോചനത്തിന്റെ കൂലി കൊടുക്കുക പടച്ചതമ്പുരാൻ. എന്തെന്നറിയോ, ഈ മക്കളെ കാണുമ്പോ ഈ സന്തോഷം തോന്നണമെങ്കിലേ വാപ്പ കുറച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അറബി കോളേജിൽ എന്റെ കുട്ടി പഠിക്കുകയാണ്, ഞാനിവിടെ മക്കളോടൊപ്പം എന്റെ വീട്ടിലാണ്, എന്റെ കുട്ടിക്ക് അവിടെ എസ് ഇല്ല, എന്റെ കുട്ടിക്ക് അവിടെ ഞാൻ കഴിക്കുന്ന ഭക്ഷണമില്ല, എന്റെ കുട്ടിക്ക് അവിടെ വാഷ് ചെയ്യാൻ ഒറ്റയ്ക്ക് ചെയ്യണം. എന്നാൽ എന്റെ കുട്ടി പഠിക്കട്ടെ, പഠിച്ച് നല്ല ആളായി വരട്ടെ, ഒരു ആലിമാവട്ടെ, ഒരു ഹാഫിളാകട്ടെ, ഇതൊക്കെ ചിന്തിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ടില്ലേ? ഇതിനൊക്കെ അല്ലാഹു കൂലി തരാൻ ഭയങ്കര. എനിക്ക് ഓർമ്മയുണ്ട്, ദാറുൽ ഹുദയിൽ എന്നെ പഠിപ്പിക്കാൻ എന്റെ വാപ്പ കൊണ്ടുപോയ, എന്റെ വാപ്പ ഒരു സാധാരണക്കാരനാണ്, ദാറുൽ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി ആക്കിയ സമയത്ത് ആദ്യം വളരെ ചെറുപ്പം 10 വയസ്സോ അത്ര വയസ്സാണ്. പിന്നെ അവിടുന്ന് 12 കൊല്ലം പഠിച്ചിട്ട് ദാറുൽ ഹുദയിൽ ഉദവിയായിട്ടാണ്. 12 കൊല്ലം അവിടെ പഠിക്കണം. ഇതിൽ മാസത്തിൽ 2 ദിവസം പുറത്തു പോകാൻ പറ്റുള്ളൂ വീട്ടിൽ. ഉമ്മയും വാപ്പ ആര് വന്നാലും ഒരു മിഠായിയോ ഒരു പലഹാരോ കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല. ദാറുൽ തന്നെ നിയമമല്ല. വാച്ചൊക്കെ ഉപയോഗിക്കാൻ പാടില്ല. പിന്നല്ല മൊബൈൽ. ഒരു പലഹാരം ദാറുൽ നിയമം എന്താണെന്ന് വെച്ചാല്, ഒരു മിഠായി ഒരു വാപ്പ ഒരു കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ദാറുൽ ഹുദയിൽ അന്ന് ഞാൻ പഠിക്കുമ്പോൾ 600 മിഠായി 600 മിഠായി വാപ്പ കൊണ്ടുവന്ന ഒരു മിഠായി നിങ്ങൾക്ക് എടുക്കാം. അല്ല നിങ്ങളെ മകന്റെ മാത്രം മിഠായി കൊടുക്കാൻ പാടില്ല. ദാറുൽ ഹുദയിലെ നിയമം. അങ്ങനെ തിരിച്ചു പോയിട്ട് വാപ്പ മെയിൻ ഗേറ്റിങ്ങിലെത്തി മെയിൻ ഗേറ്റിൽ എത്തിയിട്ട് വാപ്പ കരഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. എന്നെ കാണാൻ ഒന്നുകൂടെ ആക്കിയിട്ട് പോവാണ്. അപ്പൊ ഞാനൊരു മോനെ അപ്പൊ ഭയങ്കര ഇഷ്ടമായിരുന്നു, അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ ജീവിക്കാൻ. അപ്പൊ ഇന്നെ അവിടെ ആക്കിയിട്ട് വലിയൊരു മാസം കഴിഞ്ഞിട്ട് കാണാൻ വരാൻ പാടില്ല. ഇടക്കിടക്ക് പോയി വാപ്പാർ വന്ന് കണ്ട കുട്ടികളുടെ പഠനം മുടങ്ങുമെന്ന് വിചാരിച്ച് വാപ്പാരോട് വരാൻ പാടില്ല എന്ന് സ്ഥാപനം പറയും. നിങ്ങൾ ഇടക്കിടക്ക് വന്നാലേ വാപ്പാനെ കാണാൻ വേണ്ടിയിട്ട് മക്കളിട്ട് പോകും. അപ്പൊ സങ്കടമായിട്ട് തിരിച്ചു വന്നിങ്ങനെ. അപ്പൊ എന്താ ഇപ്പൊ കരയണെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പോവാണെന്ന് പറഞ്ഞ ബസ് കയറി പോവാണ്. അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു വന്ന കരച്ചിലേക്ക് ഓർമ്മ വരാണ്. എത്ര വിഷമിച്ചിട്ടുണ്ടാവും, എത്ര വിഷമുണ്ടായിട്ടുണ്ടാവും. അല്ലാഹു നന്മ ചെയ്യട്ടെ. നമ്മുടെ എല്ലാ വാപ്പന്മാർക്കും അല്ലാഹു നന്മ വരുത്തട്ടെ. എല്ലാ ഉമ്മമാർക്കും അല്ലാഹു നന്മ ചെയ്യട്ടെ. മക്കളൊക്കെ ഒന്ന് നന്നായി നല്ല അവസ്ഥയിലായി കാണാനുള്ള സൗഭാഗ്യം എല്ലാ വാപ്പമാർക്കും നമുക്കൊക്കെ അല്ലാഹു ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ നോട്ടത്തിനുള്ള കൂലി തരാനാണ്. അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അടിമക്ക് അന്ന് 4000 ദിർഹമാണ് വില. അന്നത്തെ വില 4000 ദിർഹമാണ് ഒരു അടിമന്റെ വില. 4000 ദിർഹം സ്വതക്ക ചെയ്ത കൂലി ഇങ്ങനെ കൊടുക്കാൻ പഠിച്ച ഓരോ നോട്ടത്തിന്. ഇത് നമുക്ക് എങ്ങനെ സാധിപ്പിച്ചെടുക്കാൻ പറ്റും എന്നതിലേക്കാണ് ഇന്നത്തെ ചർച്ച നമ്മൾ കൊണ്ടുപോകുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ തയ്യിബിൻ, നല്ല ഒരു അധ്വാനത്തിൽ നിന്ന് നിങ്ങൾ ഒരു കാരക്കയുടെ അത്രയെങ്കിലും സ്വതക്ക ചെയ്താൽ, മൻ തസദ്ദഖ ആരെങ്കിലും സ്വതക്ക ചെയ്താൽ ബിഅദ്ലി തംറത്തിൻ ഒരു കാരക്കയുടെ അത്ര, മിൻ കസ്ബിൻ തയ്യിബിൻ നല്ല ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്കയുടെ അത്ര. വല്ലാഹു ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ, അല്ലാഹു നന്മയല്ലാതെ മറ്റൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല കേട്ടോ. ഇടയ്ക്ക് ഇതിന്റെ കാര്യം പറയണം അല്ലേ, നല്ലത് അല്ലാഹു കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോ കവർ കൊടുത്തിട്ടുണ്ടെന്നല്ലേ, നിങ്ങൾ കൊണ്ടുവരുന്ന പൈസ പലിശയുടെ പൈസ കൊണ്ടുവരല്ലേ. ഹറാമായ ബിസിനസ് ചെയ്തുണ്ടാക്കിയ പൈസ നിങ്ങൾ പള്ളിക്കോ ദീനിനോ ആർക്കും കൊടുക്കല്ലേ. പലിശയുടെ പൈസ എങ്ങോട്ടാ കൊടുക്കാൻ പറ്റിയ സ്ഥാനം പറഞ്ഞുതരും. ഇങ്ങോട്ട് കൊണ്ടുകൊടുക്കല്ലേ, നിങ്ങൾ പോലും ഭക്ഷിക്കരുത് പലിശയുടെ പൈസ. നന്മയല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല കേട്ടോ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒരു കാരക്കയുടെ അത്രയെങ്കിലും അല്ലാഹുവിന് വേണ്ടി ദാനം ചെയ്താൽ, പള്ളിക്ക് വേണ്ടി ഒരു ഇഷ്ടിക വാങ്ങിച്ചു കൊടുത്തു. ഒരു ഇഷ്ടിക 8 രൂപയ്ക്ക് വില വരെ, 10 രൂപ 15 രൂപ ഇന്നത്തെ വില എത്ര? ഒരു കല്ലിന് 18, 25, 35 രൂപ വിചാരിക്കുക, അത്രയേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ഹലാലായ പൈസ കൊണ്ടാണ് കൊടുത്തത് എങ്കിൽ അത് ചെയ്ത ആൾക്ക് അല്ലാഹു ഈ സ്വതക്കയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. കമാ യുറബ്ബി അഹദുക്കും ഫർവഹു ഫമാ കമാ യുറബ്ബി അഹദുക്കും ഫൽവഹു, നിങ്ങളിൽ ഒരാൾ തന്റെ കുതിരക്കുട്ടിക്ക് തീറ്റ കൊടുത്ത് വലുതാക്കി വലുതാക്കി ഒരു വലിയ ഫറസായി മാറുന്നവരെ, കുതിരയായി മാറുന്നവരെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്ന പോലെ നിങ്ങളിൽ കൊടുത്ത കാരക്കയുടെ അത്ര വലുപ്പമുള്ള സ്വതക്കയെ അല്ലാഹു വളർത്തിക്കൊണ്ടുവരും. ഹത്താ തൽഖല്ലാഹ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലേക്ക് ചെല്ലുമ്പോൾ അല്ലാഹു അത് എമ്പാടും നന്മയായി നിങ്ങൾക്ക് തരികയും ചെയ്യും.
കൊടുത്തു. കജബലി ഉഹദിൻ, ഒരു ഉരുള ഭക്ഷണമാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ കജബലി ഉഹദിൻ, ഉഹദിന്റെ മലയോളം വലിപ്പമുള്ളതായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണം. യതീംഖാനയിലേക്ക് പാവപ്പെട്ട കുട്ടികൾക്ക്, ദീനീ സ്ഥാപനങ്ങൾക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ മദ്ഹ് പറയാൻ ഒരുമിച്ച് കൂടിയ ഒരു മൗലിദിന്റെ സദസ്സിലേക്ക് ഒരു ഉരുള ഭക്ഷണം കൊടുത്തത് എത്ര ഉണ്ടാവും? മഹാജബൽ പർവ്വതം, ഉഹദ് പർവ്വതം പോലെ. ഉഹദിന്റെ മല കണ്ടിട്ടില്ലേ? ഉഹദുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഉഹദിന്റെ നമ്മളോട് ഇഷ്ടമാണ്, നമുക്ക് ഉഹദിനോടും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി. ഒരു ഉരുള കൊടുത്താൽ ഇങ്ങനെ അല്ലാഹു തരും. ഒരു ഉരുള ഉഹദ് മലയോളം കാണും. ഉഹദ് മല എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഒരു 5-8 കിലോമീറ്റർ തന്നെ നീളം കൺമുമ്പിൽ കാണാൻ പറ്റും. അങ്ങനത്തെ മലയാണ്. ഒരു ഉരുളക്ക് അല്ലാഹു അത്രയും തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൺമുമ്പിൽ ജനിച്ചു വളരുന്ന മക്കളെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നാൽ, നിങ്ങളുടെ പുരയിൽ നിങ്ങളുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം, നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങൾ ഉടുപ്പിച്ചു കൊടുത്തുകൊണ്ടും അണിയിച്ചിട്ടും ഭക്ഷണം നൽകിയും വെള്ളം കൊടുത്തും നിങ്ങളുടെ വീട്ടിൽ വളരുന്ന മക്കളെ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി വളർത്തിക്കൊണ്ടുവന്നാൽ എത്രയായിരിക്കും അതിന്റെ കൂലി? എത്രയായിരിക്കും ഇതിന്റെ കൂലി? ഒരു കാരക്ക് എത്രയാണ്? ഒരു ഉരുള ഭക്ഷണത്തിന് ഇത്രയാണ്. അപ്പൊ നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായാൽ ആ വീട്ടിലേക്ക് കൊണ്ടുകൊടുത്ത എല്ലാ ഭക്ഷണ സാധനം എന്തൊക്കെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ഒക്കെ ഖൈറല്ലേ, ഒക്കെ ലാഭമായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലാഭം കിട്ടുന്ന വാപ്പമാരിൽ നമ്മളെ ചേർത്ത് തരട്ടെ. മൻ കാനത ലഹു സലാസു ബനാതിൻ, ഏതെങ്കിലും ഒരാൾക്ക് 3 പെൺമക്കൾ ഉണ്ടെങ്കിൽ, സലാസു ബനാതിൻ, 3 പെൺകുട്ടികൾ, ഫയുഅദ്ദിബുഹുന്ന, ആ 3 പെൺകുട്ടികൾക്കും നല്ല അച്ചടക്കം പഠിപ്പിച്ചു. വയർഹമുഹുന്ന, ആ 3 പെൺമക്കളോടും കാരുണ്യത്തോടെ പെരുമാറുകയും ചെയ്താൽ, വയഖുലുഹുന്ന, ആ പെൺകുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുകയും ചെയ്താൽ, വജബത ലഹുൽ ജന്നഹ അൽബത്ത, സ്വർഗ്ഗം ഉറപ്പാണ്, സ്വർഗ്ഗം അയാൾക്ക് ഉറപ്പാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പെൺകുട്ടികളുടെ കൈ പൊക്കിയട്ടെ. 3 പെൺകുട്ടികൾ, എനിക്കിപ്പോ 2 ആയിട്ടുള്ളൂ. 3 പെൺകുട്ടികളുടെ കൈ പൊക്കി. മുഅ്മിനീങ്ങളെ, സ്വർഗ്ഗം ഉറപ്പാണ്. നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗം വാങ്ങാൻ തൗഫീഖ് തരട്ടെ. സ്വർഗ്ഗത്തിന്റെ താക്കോലാണ് നിങ്ങളുടെ കയ്യിൽ അല്ലാഹു തന്നിട്ടുള്ളത്. സ്വർഗ്ഗത്തിന്റെ താക്കോൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഫയുഅദ്ദിബുഹുന്ന, ആ മക്കളെ നല്ല അച്ചടക്കത്തിൽ വളർത്തി. വയർഹമുഹുന്ന, അവരോട് കരുണയോടെ പെരുമാറി, ഇല്ല റഹ്മത്തോടെ പെരുമാറി. ആൺകുട്ടികളോട് വല്ലാത്ത സ്നേഹം. ആൺകുട്ടിനെ പിടിച്ച് ഇടക്കിടക്ക് ഉണ്ടോക്കുക. മറ്റേ കുട്ടി മുതൽ മുഴുവൻ കൊണ്ടുപോകാൻ നടക്കുന്ന ആളാണ് ഈ പെൺകുട്ടിനെ പറ്റി. മുസ്ലിം അങ്ങനെ പറഞ്ഞുകൂടാ, ചിന്തിച്ചുകൂടാ. വയർഹമുഹുന്ന, ആ പെൺമക്കളോട് കാരുണ്യം കാണിക്കുകയും വയഖുലുഹുന്ന, അവരെ സംരക്ഷണം കൊടുത്ത് വളർത്തുകയും ചെയ്താൽ വജബത ലഹുൽ ജന്ന, സ്വർഗ്ഗം അയാൾക്ക് ഉറപ്പാണ്. അൽബത്ത, അൽബത്ത എന്ന് പറഞ്ഞാൽ നോ ഡൗട്ട്, ഒരു സംശയം വേണ്ട. അപ്പോൾ ഒരാൾ ചോദിച്ചു, നബിയേ, വഇൻ കാനത ഇത്നതൈനി യാ റസൂലല്ലാഹ്, 2 പെൺമക്കളാണെങ്കിലോ നബിയേ? 2 കുട്ടികളെ പൊക്കിയട്ടെ. എനിക്കിപ്പോ 2 പെൺകുട്ടികളുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്. അൽഹംദുലില്ലാഹ്. 2 പെൺകുട്ടികൾ നമ്മൾ ആകെ 10 ആളുള്ളപ്പോൾ നമുക്കൊരു യൂണിയൻ ആക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ. ഒന്നുകൂടെ 2 പെൺകുട്ടികൾ, ഇത് 4 കൈവെക്കട്ടോ. 3 എന്ന് പറഞ്ഞാൽ 3 ലിമിറ്റല്ല, 5ഉം 10ഉം ഒക്കെ കൈവെക്കിക്കോളൂ. എന്താണ് ഈ നാട്ടിലൊന്നും വർക്കത്തള്ള തന്നിട്ടില്ലേ? വെറും ആൺകുട്ടികളുണ്ട് ഇവിടെ. ആണും പെണ്ണുമില്ലേ? അല്ലേ? 4 ആളുണ്ട്. മാഷാ അല്ലാഹ്. എന്താണ് സ്വർഗത്തിന് 3 തന്നെ മതി. ഒന്ന് ഏറെയുമാ. സ്വർഗത്തിന്റെ ഉന്നതങ്ങൾ അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബ്. 2 പെൺമക്കളാണെങ്കിലോ നബിയേ? ഖാല വഇൻ കാനത ഇത്നതാൻ വഇൻ കാനത ഇത്നതൈനി, 2 പെൺകുട്ടികളാണെങ്കിലും അവർക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെൺകുട്ടികളുണ്ടാവുമ്പോൾ ആൺകുട്ടികളെ കൊണ്ട് പറഞ്ഞിട്ടില്ല. 3 ആൺകുട്ടികളുണ്ടായ സ്വർഗം കിട്ടും, 3 പെൺകുട്ടികളുണ്ടായ സ്വർഗം. അപ്പൊ ആൺകുട്ടികളിലോർക്കല്ല പെൺകുട്ടികളെ കൊടുക്കട്ടെ, പെൺകുട്ടികളിലോർക്കല്ല ആൺകുട്ടികളെയും കൊടുക്കട്ടെ. മക്കളില്ലാത്തവർക്ക് കൺകുളിർന്ന മക്കൾ അല്ലാഹു നൽകുമാറാകട്ടെ. ഇനിയിപ്പോ ഒരു പെൺകുട്ടികളുടെ കൈ പൊക്കിയട്ടെ, ഒറ്റ പെൺകുട്ടികളുടെ.
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ കാനത് ലഹു ഇബ്നതുൻ, ഏതെങ്കിലും ഒരാൾക്ക് ഒരു പെൺകുട്ടി ഉണ്ടായാൽ ഫയുഹ്സിനു ഇലൈഹാ, അവൾക്ക് എമ്പാടും നന്മ ചെയ്യുകയും വയുസ്ബിഹു അലൈഹാ മിനൻ നിഅമി, അവർക്ക് ഒരുപാട് നിഅമത്തുകൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്താൽ, അത് ഒരു കുട്ടിയാവുമ്പോൾ അങ്ങനെ തോന്നാം. ആ കുട്ടിക്ക് എല്ലാ കൈകാഭരണങ്ങള്, കാലിലേക്ക്, കാതിലേക്ക്, കഴുത്തിലേക്ക് ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കുക. ഒറ്റ കുട്ടി ഉണ്ടാവും, വല്ലാത്ത സ്നേഹം ഉണ്ടാവും. ആ സ്നേഹത്തിനൊക്കെ കൂലുണ്ട്. ഏതെങ്കിലും ഒരാൾക്ക് ഒരു കുട്ടി ഉണ്ടാവുകയും ആ പെൺകുട്ടിയോട് നന്മ ചെയ്യുകയും അല്ലാഹു ചെയ്ത നിഅമത്തിൽ നിന്ന് ആ പെൺകുട്ടിക്ക് എമ്പാടും കൊടുക്കുകയും ചെയ്താൽ കാനത് ലഹു മൈമനതൻ വമൈസറതൻ തഹ്ജുബുഹു അനിൻ നാരി ഇലൽ ജന്ന. അല്ലാഹുവിന്റെ സിറാത്ത് എന്ന പാലമുണ്ട്. ജിസ്റുൻ മദ്റൂബൻ അലാ മത്നി ജഹന്നം അഹദ്ദു മിനസ് സൈഫി, വാളിനേക്കാൾ മൂർച്ചയുള്ളത്, മുടിയേക്കാൾ നേരിയത്. ഇന്നത്തെ ഭൂമിയിലെ ഡൈമെൻഷൻ വെച്ച് നോക്കിക്കൂടെ ആഖിറത്തിന്റെ ചിത്രം. അങ്ങനത്തെ ഒരു പാലമുണ്ട് സിറാത്ത്, നരകത്തിന്റെ മുകളിലാണത്. അത് കടന്നു പോകാതെ ആരും സ്വർഗ്ഗത്തിലെത്തുകയില്ലല്ലോ. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. ആ പാലത്തിലൂടെ പോകുമ്പോൾ ഈ പെൺകുട്ടി കാനത് ലഹു മൈമനതൻ വമൈസറതൻ, വലതു ഭാഗത്തും ഇടതു ഭാഗത്തും വാപ്പയെ തഹ്ജുബുഹു അനിൻ നാരി, നരകത്തിൽ നിന്ന് വാപ്പയെ തട്ടിമാറ്റി, വലതു ഭാഗത്തു നിന്നും ഇടതു ഭാഗത്തു നിന്നും വാപ്പയെ തട്ടിമാറ്റി ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലെത്തുന്നത് വരെ വാപ്പയെ നരകം തൊടാതെ കൊണ്ടുപോകാൻ ഈ പെൺകുട്ടി കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അതോടൊക്കെ സ്വലാത്ത് ചൊല്ലി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഈ വലിയ സന്തോഷം ലോകത്തിൽ തന്ന നബിയല്ലേ നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും വലിയ സന്തോഷം തന്ന ഹബീബല്ലേ നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ കുട്ടിയുണ്ടെങ്കിൽ പോലും ആ കുട്ടി നാളെ നരകത്തിൽ തൊടാതെ വാപ്പയെയും ഉമ്മയെയും സ്വർഗ്ഗത്തിലെത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്താണ് ഇതിൽ പരം വേണ്ടത്? ഈ കുട്ടി മരിച്ചു പോയാലോ? അങ്ങനെ ഉണ്ടാവും. കുട്ടി മരിച്ചു പോയിട്ടുണ്ട്, അങ്ങനെ ഉണ്ടാവും. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് എന്നും വരുന്ന ഒരു മനുഷ്യന്റെ കഥയുണ്ട് സഹീഹ് മുസ്ലിമിൽ. എന്ന് വരുമ്പോഴും മകനെ കുട്ടിയെ ചെറിയൊരു കുട്ടിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആ കുട്ടി ഇങ്ങനെ തോളിൽ കയറി ആ ഒരു മോനെ ഇഷ്ടം കൊണ്ട് പള്ളിയിൽ കൊണ്ടുപോകും. നമ്മളൊക്കെയാണ് പള്ളി കൊണ്ടുവന്ന പിറ്റേന്ന് ബോർഡ് ചെയ്ത് കുട്ടികളെ കൊണ്ടുവരാൻ പാടില്ല കേട്ടോ, നേരത്തെ പറയാൻ പറ്റില്ലെങ്കിൽ വലിയ ബോർഡ് ആ സ്വഹാബി കൊണ്ടുവന്നു. തങ്ങളത് കണ്ടു. തോളിലൂടെ കയറിയിട്ട് മടിയിലേക്ക് ചാടി വീഴും, മടിയിൽ നിന്നിട്ട് തോളിൽ കയറി കുത്തിപ്പിടിച്ച് തലയിലൂടെ മറിഞ്ഞു വീഴും. ഈ കാഴ്ച കാണുമ്പോൾ ഇങ്ങനെ പുഞ്ചിരിക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നും കുട്ടിയായിട്ട് ചെറിയ കുട്ടി ഭയങ്കര ഇഷ്ടമാണ്. ഈ കുട്ടി ഇങ്ങനെ ദേഹത്തുകൂടെ കളിച്ച് ഇങ്ങനെ ഉരുണ്ടു മറി കണ്ടിങ്ങനെ ചിരിക്കും. ആ മനുഷ്യനെ ഏതാനും ദിവസങ്ങളായി ഞങ്ങൾക്ക് കാണാൻ കഴിയാതെ വന്നപ്പോ തങ്ങൾ ചോദിച്ചു, അയ്ന ഫുലാൻ, ആ കുട്ടിയുമായി വന്നിരുന്ന മനുഷ്യൻ എവിടെ പോയി? അവര് പറഞ്ഞു, നബിയേ അയാളുടെ പൊന്നുമോൻ മരിച്ചുപോയി നബിയേ, അയാള് ദുഃഖത്തിലാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല നബിയേ. നിങ്ങളത് എന്നോട് എന്താ പറയാതിരുന്നത്? ചോദിക്കാം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് എന്തെങ്കിലും പറയാതിരുന്നത്? തങ്ങളുടെ വലിയൊരു വിഷയമാണ്. മദീനത്തെ പള്ളിയുടെ മുറ്റടിച്ചു പോയിരിക്കുന്ന ഒരു പെണ്ണ് മരിച്ചപ്പോൾ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. കാണില്ല, എവിടെ പോയി നബി? ഒരു നേരം മരിച്ചു, ഞങ്ങൾ മറവ് ചെയ്തു. എന്തെങ്കിലും എന്നോട് പറയാതിരുന്നത്? നബി അങ്ങ് ഉറങ്ങല്ലേ, ഉറക്കത്ത് ഞങ്ങൾ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ തന്നെ എല്ലാ കാര്യം ചെയ്ത് മറവ് ചെയ്തു. എന്നാ എനിക്ക് അവരുടെ ഖബർ കാണിച്ചു തരും, ഞാൻ അവിടെ ചെന്ന് ആ പെണ്ണിന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കട്ടെ. നാട്ടിൽ മറവ് ചെയ്താൽ പിന്നെ മറവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാൾ ഗൾഫിൽ നിന്ന് വരികയാണ്, പിന്നെ മയ്യിത്ത് നിസ്കാരം പള്ളിയിൽ നിന്ന് നിസ്കരിക്കുക. എവിടെ ചെന്നിട്ട് ഖബറിന്റെ അടുത്ത് പോയി നിസ്കരിക്കണം.
അറിയാലോ, അവസ്ഥ അറിയായിരുന്നു. തങ്ങൾ അവിടെ ചെന്ന് ദുആ ചെയ്തു. ആ പെണ്ണിന് ഇവിടെ നിസ്കരിച്ചു. തങ്ങൾ ചോദിച്ചു, ഹല്ല ആദൻതുമൂനി, നിങ്ങൾ എന്ത് എന്നോട് പറയാതിരുന്നത്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബ് ലോകത്തേക്ക് വന്ന മാസത്തിലേക്ക് കടക്കാൻ പോവാണ്. റബീഉൽ അവ്വൽ ഇന്നോ നാളെയോ ആയോ എന്തിലേക്ക് പ്രവേശിക്കുകയാണ്? വിശുദ്ധ മാസത്തിലേക്ക്. ഇങ്ങനെ ഒരു കാരുണ്യത്തിന്റെ കേദാരം. അല്ലാഹു ഒരുപാട് സ്വലാത്തും ദിക്റും ഹബീബിന്റെ മേൽ മദ്ഹുകളൊക്കെ പറയാൻ ഒരുപാട് റബീഉൽ അവ്വൽ മാത്രമല്ല, അതിന് ശേഷവും മുമ്പും ആ മാസത്തിൽ വിശേഷയും അല്ലാഹുവിന്റെ ഹബീബിനെ അനുസ്മരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ഒരു കാരുണ്യം തന്നെ നബിയല്ലേ. ഹല്ല അഖ്ബർതുനി, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഫൽനദ്ഹബ് ഇലാ ബൈതിഹി, ആ മനുഷ്യന്റെ പുര വരെ ഒന്ന് പോയി നോക്കാം. കുട്ടിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ആ കുട്ടിയെ അല്ലാഹു കൊണ്ടുപോയി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിന്റെ വാപ്പയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നു. ദുഃഖിതനായിട്ട് ഇരിക്കുക. തോളിൽ കൈകൊട്ടിക്കൊണ്ട് നബി തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ മോൻ നിങ്ങൾ ജീവിച്ച അത്രയും പ്രായമാകുന്നവരെ ദുനിയാവിൽ ജീവിക്കാനാണോ നിങ്ങളുടെ ഇഷ്ടം? അതല്ല, തൽഖാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിലേക്ക് വരുമ്പോൾ ഫതദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കടക്കുകയും ഫയഫ്തഹു ലക അബ്വാബൽ ജന്നതി ഹൈസുമാ ദഖൽത, സ്വർഗ്ഗത്തിന്റെ ഏത് വാതിലിലൂടെ നിങ്ങൾ കടന്നു ചെല്ലാൻ പോകുമ്പോഴും ആ വാതിലിക്കൽ നിങ്ങളുടെ ഈ പൊന്നുമോൻ വന്ന് നിങ്ങൾക്ക് വാതിൽ തുറന്നു തരാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? അതല്ല, നിങ്ങളെപ്പോലെ ഇവിടെ ജീവിച്ച് മരിക്കാനാണോ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? നബിയേ, നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിന്റെ കുട്ടിയെ കണ്ടാൽ എനിക്ക് മതി നബിയേ. എങ്കിൽ അതിന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങളുടെ കുട്ടിയെ അല്ലാഹു കൊണ്ടുപോയത് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല, നാളെ സ്വർഗ്ഗത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാനാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിഷമങ്ങളും അങ്ങനെയാണ്. ചില രോഗങ്ങളൊക്കെ വരുമ്പോഴേ നമ്മൾ വല്ലാതെ വിഷമിച്ചു. അല്ലാഹു നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റി തരട്ടെ. ഏത് ചെറുതും മുട്ടുകാലിന് വേദന ഉള്ളവർക്ക് ആ വേദനയുടെ വിഷമം അറിയും. പല്ലുവേദന ഉള്ളവന് ആ പല്ലുവേദന ഇടങ്ങാറ് അറിയുള്ളൂ. ഊരയ്ക്ക് വേദന ഉണ്ടെങ്കിൽ എന്താ, തുമ്മലാണെങ്കിൽ ഓരോ അസുഖവും വലുതാണ്. നമുക്കത് വരുമ്പോൾ മനസ്സിലാവില്ല. അത് ഇല്ലാതിരുന്ന സമയത്തുള്ള ഞാമത്ത് എത്ര. അല്ലാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകട്ടെ. അല്ലാഹു ശിഫ നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകട്ടെ. അല്ലാഹുവാർക്ക് എല്ലാ ശിഫ നൽകട്ടെ. നമ്മുടെ സുഹൃത്തുക്കളും സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും ഉസ്താദും എല്ലാവർക്കും അല്ലാഹു ശിഫ കൊടുക്കട്ടെ. ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഉസ്റഉ യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് അപസ്മാരത്തിന്റെ രോഗമുണ്ട് നബിയേ. ഒരു കാരണം പറയണ, കുട്ടി മരിച്ചു, അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കൂടെ പറയാൻ ഉപകാരപ്പെട്ടോ എന്ന് വിചാരിച്ചിട്ട് പറയാൻ. നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നില്ലേ, പക്ഷെ ആ ഹദീസ് പറഞ്ഞു, ഇന്നി ഉസ്റഉ യാ റസൂലല്ലാഹ്, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമുണ്ട് നബിയേ, അതുകൊണ്ട് എനിക്ക് ശിഫ തരാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണേ. നിങ്ങൾ എന്റെ രോഗം മാറാൻ ദുആ ചെയ്യണം. എന്റെ പ്രശ്നം അതല്ല നബിയേ, എനിക്ക് അപസ്മാരം ഉണ്ടാകുന്നത് ചിലപ്പോൾ അങ്ങാടിയിലായിരിക്കും, റോഡിലൂടെ സഞ്ചരിക്കുമ്പോ പെട്ടെന്ന് വീഴും. നബിയേ, എന്റെ ഔറത്ത് വെളിവാകുന്നുണ്ട് നബിയേ. ഒരു പെണ്ണിന്റെ വേദനയാണ് ഈ പറയുന്നത്. എങ്ങനെ? എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം ഞാൻ അറിയാതെ നീങ്ങി പോകുന്നുണ്ട് നബിയേ. അതുകൊണ്ട് ആ അപസ്മാരത്തിന്റെ രോഗമൊന്ന് മാറിക്കിട്ടാൻ എനിക്ക് ദുആ ചെയ്തു തരുമോ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ റസൂലിനോട് ഒന്ന് പറയണം. നബി പറഞ്ഞിട്ടില്ല, ശുദ്ധ ഗുഫ്രാൻ നീ ചെയ്യുന്നത് പോന്നെടുത്തോ? ഇല്ല, ഞാൻ ദുആരക്കാം. ഹബീബ് കാരണം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുകയാണ്. ഹബീബിനോട് ദുആരക്കാൻ വേണ്ടി പറയാം. തങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു തരും. നബിയെ അങ്ങ് ദുആ ചെയ്തു തരണം, അങ്ങ് ദുആ ചെയ്യണം. തങ്ങൾ ചോദിച്ചു, ഇൻ ശിഅതി ദഅഉതുല്ലാഹ ലകി ഫയശ്ഫീകി, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ദുആ ചെയ്തു തരാം, അല്ലാഹു ദുആ സ്വീകരിക്കുകയും നിങ്ങളുടെ രോഗം മാറ്റി തരികയും ചെയ്യും. അത് വേണോ? വഇൻ ശിഅതി സ്വബർതി, നിങ്ങൾ ഇത് മാറാതെ ക്ഷമിച്ചു നടക്കുകയാണെങ്കിൽ അല്ലാഹു നാളെ നിങ്ങൾക്ക് സ്വർഗ്ഗമാണ് പകരം തരാൻ പോകുന്നത്. എന്ത് വേണം? ഇന്നി അസ്ബിറു യാ റസൂലല്ലാഹ്, ഞാൻ ക്ഷമിച്ചോളാം നബിയേ. വലാകിൻ ഉദ്ഉല്ലാഹ ലി അല്ലാ യതകശഫ ഔറതി, എന്റെ ഔറത്ത് വെളിവായി പോകാതിരിക്കാൻ ദുആ ചെയ്യണം നബിയേ. അപസ്മാരം ഉണ്ടായിക്കൂടെ നബിയേ?
അപസ്മാരം ഞാൻ സഹിച്ചാൽ നാളെ സ്വർഗമുണ്ടെങ്കിൽ എനിക്കത് മതി നബിയേ. പക്ഷേ അപസ്മാരം സംഭവിക്കുമ്പോൾ എന്റെ വസ്ത്രം നീങ്ങിപ്പോകാതിരിക്കാൻ അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നബി ദുആ ചെയ്തു കൊടുത്തു. അവർക്ക് അപസ്മാരം ഉണ്ടാകുമായിരുന്നു, പക്ഷേ വസ്ത്രം നീങ്ങൂല, അവർക്ക് ഒഴിവാവില്ല. ഞങ്ങൾ ദുആ ചെയ്തു കൊടുത്തതാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രോഗം സഹിച്ചാൽ അതിന്റെ കൂലിയുണ്ട്, ഒരു വിഷമം സഹിച്ചാൽ അതിന്റെ പ്രതിഫലമുണ്ട്. മക്കൾ മരിച്ചു പോയാൽ ആ മക്കളെ അല്ലാഹുമ്മ ജഅൽഹു ഫറസൻ ലിഅബവൈഹി വദുഖറൻ വഇളതൻ വഅതിബാറാ, സ്വർഗ്ഗത്തിലേക്ക് മാതാപിതാക്കളെ സ്വീകരിച്ച് ആനയിക്കാനുള്ള മക്കളാണ് മരിച്ചു പോകുന്ന മക്കൾ. സ്വർഗ്ഗത്തിൽ വന്ന് ആനയിക്കുന്ന മക്കളൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കരുത്. അല്ലാഹുവർക്കൊക്കെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മാതാപിതാക്കൾക്ക് അല്ലാഹു അവരുടെ കൺകുളിർമയെ കൊണ്ടുപോയാൽ സ്വർഗ്ഗമുണ്ടെന്ന് പഠിപ്പിച്ചു. മക്കളെ വലുതാക്കി കൊണ്ടുവന്നാൽ അവർക്ക് കൂലിയാണെന്ന് പഠിപ്പിച്ചു. ആൺകുട്ടികളെ നിങ്ങൾ വളർത്തുകയും ആ ആൺമക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാവുകയും ചെയ്താൽ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, മരിച്ചു പോയിട്ട് വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ ആ മക്കൾ കാരണം വാപ്പയുടെ ഖബറിലേക്ക് അല്ലാഹു നന്മകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. സ്വഹീഹായ ഹദീസല്ലേ? 3 കാര്യങ്ങളല്ലാതെ ബാക്കിയൊക്കെ നഷ്ടപ്പെടും. സ്വദഖത്തിൻ ജാരിയത്തിൻ, ഒരുപാട് കാലം നിലനിൽക്കുന്ന സ്വദഖ. പള്ളിക്കൊരു സ്ഥലം വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മദ്രസക്ക് ഒരു സ്ഥലം, ദീനി സ്ഥാപനത്തിന് ഒരു സ്ഥലം വാങ്ങിച്ചു കൊടുക്കുക. ഓർഫനേജ് വലിയ പദ്ധതിയുമായിട്ട് വന്നിട്ടുണ്ടല്ലേ, സുഭാജിക്കൊക്കെ അറിയാൻ പറ്റും. ഒരു സ്ഥലം വാങ്ങിക്കട്ടോ, ഒരു ബിൽഡിംഗ് പൊളിഞ്ഞു പോയാൽ ബിൽഡിംഗ് പോയി, പക്ഷെ ഭൂമി നഷ്ടപ്പെടുകയില്ല. ആ ഭൂമി നിലനിൽക്കുന്ന കാലത്തോളം നന്മയാണ്. ആ ഭൂമി നിലനിൽക്കുന്ന കാലത്തോളം നന്മയാണ്. ഈ ഭൂമി വാങ്ങിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി ഭൂമി കൊടുക്കുക. അതുകൊണ്ട് ആ പഴയ ആൾക്കാരൊക്കെ 10 സെന്റ് പള്ളിക്ക്, ആ 20 തെങ്ങ് പള്ളിക്ക്, അന്ന് തെങ്ങാണ് കൊടുക്കുക, ഭൂമിയല്ലല്ലോ വളർത്തുക. ഇത്ര തെങ്ങ്, ഇത്ര സ്ഥലം, അത് ജാരിയായ ഖബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ കിട്ടുന്ന ജാരിയായ സ്വദഖ, ഉപകാരപ്പെടുന്ന നമ്മൾ പറഞ്ഞു കൊടുത്തത്, നമ്മൾ എഴുതി വെച്ചത്, നമ്മൾ ഗ്രന്ഥമായി രചിച്ചു വെച്ചത്, ആളുകളെ പഠിപ്പിച്ചത്, നാളെ ഖബറിലേക്ക് കിട്ടും. അല്ലാഹു തരട്ടെ. പിന്നെ ഉപകാരപ്പെടുമെന്ന 3ാമത്തെ വിഷയം, അപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. വലതെന്ന് പറഞ്ഞ ആൺമക്കൾ എന്നാണ് ഇതിന്റെ പ്രത്യക്ഷത്തിൽ അർത്ഥം. അങ്ങനെയാണ്. പെൺമക്കളായാലും ആൺകുട്ടികൾ ഇല്ലാത്ത ഒരു പെൺമക്കൾ ദുആക്കും, എന്നാലും കൂലിയാണ്. ആൺമക്കളുള്ളവർ ആ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കുക. വാപ്പാക്ക് ദുആക്കാൻ വേണ്ടി പറയാം. എന്തെങ്കിലും ദുആക്കാൻ, എപ്പോഴും ദ്വാരക്ക ഓർമ്മ വരുന്ന വാപ്പ മരിച്ച ആ ഒരു ദിവസം നമ്മൾ ആണ്ട് എന്ന് പറയും, ഒരു വർഷം എപ്പോഴെങ്കിലും ഓർമ്മ ഉണ്ടായിക്കോട്ടെ. തീരെ ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴെങ്കിലും ചെയ്യലല്ലേ. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അത്രയെങ്കിലും മനസ്സിലാക്കിക്കൂടെ? അതിലൊരു ചെറുക്കും കുഫറും വരില്ല. വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറയാം. വാപ്പയുടെ പേരിൽ വാപ്പയുടെ പേര് സ്വതക്ക ചെയ്യുക, വാപ്പയുടെ സുഹൃത്തുക്കളെ ആദരിക്കുക, വാപ്പയുടെ ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ടുപോരുക. ഇതൊക്കെ വാപ്പാർക്കും ഉമ്മാർക്കും ചെയ്തു കൊടുക്കാനുള്ള സ്വതക്കകളാണ്. ഇങ്ങനെ നമുക്ക് സ്വർഗം വാങ്ങിത്തരാനുള്ള ഇടമാണ് നമ്മുടെ വീടുകൾ. ഈ വീടുകളിൽ നമ്മുടെ മക്കളെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം? അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃക എന്താണ്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനഹ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ. അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. നബിയാണ് നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്ന്. മഹാനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു ബദർ യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന സ്വഹാബിയാണ് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ വാപ്പയാട്ടോ. ഇന്നമാ അന ലക്കും ബിമൻസിലത്തിൽ വാലിദി ലിവലദിഹി. നബി തങ്ങൾ പറയുകയാണ്, വാപ്പ മക്കളെ സംബന്ധിച്ചിടത്തോളം വാപ്പ എങ്ങനെയാണോ നിങ്ങൾക്ക് ഞാൻ വാപ്പയാണ്. അതുകൊണ്ടാണ് അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. മറുപടി അല്ലേണ്ടത് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ.
الشفيع الأبتحي والحبيب العربي عربيا يا حبيبا നിന്റെ തിരഞ്ഞെടുത്തേക്ക് നീ സ്വലാത്ത് ചൊല്ലണേ അല്ലാഹ് മറുപടി പറയുന്നത് സ്വലാത്താണ് അൻത ഉമ്മുൻ അം അബുൻ നബിയേ അങ്ങ് ഞങ്ങൾക്ക് മാതാവാണ് അങ്ങ് ഞങ്ങൾക്ക് പിതാവാണ് നബിയേ മാ റഅയ്നാ ഫീഹിമാ മാതാപിതാക്കൾ കണ്ടിട്ടില്ല നബിയേ ഞങ്ങൾ മിഥില ഹസ്നിക അങ്ങയുടെ നന്മ പോലോത്ത നന്മ ഒരു മാതാവിലും പിതാവിലും ഞങ്ങൾ കണ്ടിട്ടില്ല നബിയേ അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിഥില ഹസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ഖൈറായ നബിയേ അങ്ങ് ഞങ്ങൾക്ക് വാപ്പയാണ് ഞങ്ങൾക്ക് ഉമ്മയാണ് ഹദീസാണത് അനലകും ബിമൻസിലതിൽ വാലിദി ലിവലദിഹി വാലിദ് എന്ന് പറഞ്ഞാൽ ജനനത്തിന് കാരണമായ ആള് ആണുമാകാം പെണ്ണുമാകാം അറബ് ഗ്രാമർ നോക്കിയ മനസ്സിലാവും അതുകൊണ്ടാണ് ഉമ്മുൻ അം അബുൻ എന്ന് പറയുന്നത് അനലകും ബിമൻസിലതിൽ വാലിദി ലിവലദിഹി മക്കൾക്ക് തന്റെ മാതാപിതാക്കൾ എങ്ങനെയാണോ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കേട്ടോ ഞാൻ നിങ്ങളുടെ വാപ്പയാണ് ഞാൻ നിങ്ങൾക്ക് ഉമ്മയാണ് ആര് പറയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഹുദൈഫത്ത് ഇബ്നുൽ യമാനി റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന ആളാണ് അന്ന് ഹിജ്റ വരുന്ന കാലത്ത് ചില പ്രശ്നങ്ങളുണ്ട് ഹിജ്റ ആദ്യം വന്നവരൊക്കെ പിന്നെ ഹുദൈബിയ സന്ധി ഉണ്ടായി അതിനുശേഷം ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മക്കക്കാർക്ക് മദീനത്തേക്ക് വരാൻ വിടൂലായില്ല അങ്ങനെ മുസ്ലിമായി മദീനത്തേക്ക് വരാൻ തീരുമാനിച്ച ഹുദൈഫത്ത് ഇബ്നുൽ യമാനി റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾ പിടിച്ചു വെച്ചു മക്കക്കാർ അവര് വിട്ടില്ല അവര് വിടാൻ വേണ്ടി ഒരു വാക്കുകൾ പറഞ്ഞു പോയി എന്താ പറഞ്ഞെന്നറിയോ ഞാൻ മദീനത്തേക്ക് പോയാൽ നിങ്ങളോട് യുദ്ധം ചെയ്യുമെന്ന് നിങ്ങൾ പേടിക്കേണ്ട അന്നീ ലാ ഉഹാരിബുകും അബദാ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ വരില്ല കേട്ടോ എന്നെ വിട്ടോളി ഞാൻ നിങ്ങൾക്കൊരു ഉപദ്രവം ചെയ്യൂല എന്നാൽ സത്യം ചെയ്യുന്ന വല്ലാഹി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ നുണ പറയാൻ പാടില്ല അഖ്സംതു ഖുദാകി ഖസം അല്ലാഹുവിനെ തന്നെ സത്യം എന്ന വാക്കിന്റെ അർത്ഥം അല്ലേ സത്യം ചെയ്ത് പറഞ്ഞാൽ പിന്നെ നുണ പറയില്ല ഖുറൈശികൾക്ക് പോലും വിശ്വാസം അല്ലാഹുവിനെ വിളിച്ചോ പറഞ്ഞില്ലേ പോയിക്കോട്ടെ ഇഞ്ഞോ വാക്ക് എതിര് ചെയ്യില്ലല്ലോ എങ്ങനെ വല്ലാഹി എന്നൊക്കെ പറഞ്ഞ പച്ച നുണ പറയുന്ന മനുഷ്യന്മാർ ഉണ്ടായിരിക്കും അവസ്ഥ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഭയങ്കര ഗുരുതരാണ് ഞാൻ സത്യം ചെയ്ത് പറയട്ടെ ലാ ഉഹാരിബുകും അബദൻ ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യില്ല കഴിച്ചിടാൻ വേണ്ടി പറഞ്ഞതാ പോലീസുകാരൻ അടിയിട്ടുമ്പോ പറയില്ലേ നീ ചെയ്യൂല താറെ വിട്ടേക്ക് എന്നാ വയ്ക്കോന്ന് പറഞ്ഞു വിട്ടാ ഇവിടെ അവൻ പിന്നെയും മയക്കുമരുന്നിനെ പോവാ പിന്നെയും പിടിക്കും ശരിയാക്കി ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യില്ല സത്യമാണ് എന്നെ വിട്ടേക്കണം അങ്ങനെ ഇനി ബദർ യുദ്ധം നടക്കാൻ പോവുകയാണ് മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുള്ള നേരമായിരുന്നു ബദർ 300 സഹാബികളാണ് 1000-ലേറെ വരുന്ന ശത്രുക്കൾ 313 സഹാബികൾ അല്ലെങ്കിൽ 314 ഈ സഹാബികളെ കൊണ്ട് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ എത്രയധികം മുസ്ലിമീങ്ങളുണ്ടോ അവരെയൊക്കെ ആവശ്യമായ നേരം ആള് വരട്ടെ ആളില്ല മുസ്ലിമീങ്ങൾ 250 ആളാ ഹിജ്റ ചെയ്ത് വന്നത് ഹിജ്റ വന്നില്ല മക്കയിൽ നിന്ന് മദീനത്തേക്ക് 13 കൊല്ലത്തെ നബിയുടെ ദഅവത്ത് കാരണം മുസ്ലിമായ ആളുകൾ എത്ര 250 ഇതിൽ 50ാമത്തെ ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 50ാമത്തെ മെമ്പർഷിപ്പ് നമ്പർ 50 ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ മെമ്പർഷിപ്പ് ഖദീജ റളിയല്ലാഹു അൻഹ രണ്ടാമത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ പോകുന്നു 250 ആളുകൾ പോയി 250 ആളുകൾ മദീനത്തേക്ക് വന്ന് അവിടുത്തെ അൻസ്വാരികളോട് കൂടിയപ്പോൾ 313 എത്രയധികം ആളുകളുണ്ടോ അവരെയൊക്കെ ആവശ്യമായ നേരം ആദ്യത്തെ യുദ്ധം നടക്കുകയാണ് ആയുധങ്ങൾ ഒന്നുമില്ല മുസ്ലിമീങ്ങൾ അംഗബലമില്ല 1000-ലേറെയാണ് ശത്രുക്കൾ വരുന്നത് അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും നേതൃത്വത്തിൽ ആ സൈന്യം പുറപ്പെടാൻ നിൽക്കുമ്പോൾ മക്കൾ കച്ചടക്കം പഠിപ്പിക്കുന്ന വാപ്പയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൈന്യത്തിൽ കയറി കൂടിയിട്ടുണ്ട് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ് അല്ലാഹുവിന് വേണ്ടി മരിക്കാൻ ഞാൻ റെഡിയാണ് നബിയേ ഞാൻ പോരുകയാണ് അങ്ങനെ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന സൈന്യത്തിന്റെ ഇടയിൽ മുസ്ലിമായ ചെറുപ്പക്കാരൻ ഹുദൈഫത്ത് ഇബ്നുൽ യമാനെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു ഹുദൈഫ അലം തഇദുഹും
ജീവിക്കുമ്പോൾ ഹലാൽ ഹറാം നോക്കാത്ത മനുഷ്യന്മാരാണ്. അപ്പൊ പിന്നെ മസലൊന്നും പ്രശ്നമല്ല. യുദ്ധത്തിന് പോകുന്ന നേരത്തെ ഒരാളെങ്കിൽ ഒരാളെ, ഒരു കുട്ടിയെങ്കിൽ ഒരു കുട്ടി, ഒരു പൊട്ടിയമാണെങ്കിൽ അത് കിട്ടുന്നതൊക്കെ ആവശ്യമായ ഒരു നേരത്തെ ശത്രുക്കളോട് ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യില്ല എന്ന് വാക്ക് കൊടുത്ത ഹുദൈഫത്തുൽ യമാനിയെ കണ്ടപ്പോൾ അലം തഇദുഹും ഹുദൈഫ, നിങ്ങൾ അവർക്ക് വാക്ക് കൊടുത്തിട്ടില്ലേ? അല്ലാ തുഹാരിബഹും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യില്ല എന്ന്. നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് ഖുറൈശികളോടാണ്. വലാ തസബിഅനാ, ഹുദൈഫ നിങ്ങൾ തിരിച്ചു പോകണം, ഞങ്ങളോട് കൂടെ യുദ്ധത്തിന് വരരുത്. നിങ്ങൾ ചെയ്ത കരാർ നിങ്ങൾ ചെയ്തു വീട്ടണം, വാക്ക് പാലിക്കണം. ഹുദൈഫ നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, നിങ്ങൾ ഞങ്ങളോട് കൂടെ വരരുത്. നിങ്ങൾ വാക്ക് കൊടുത്തിട്ടില്ലേ? വാക്ക് പാലിക്കണം ഹുദൈഫ. എവിടെയാണ് ഈ പറയുന്നറിയോ? ബദർ യുദ്ധത്തിലേക്ക് പോകുമ്പോ മുസ്ലിമീങ്ങൾ ശത്രുക്കളെക്കാളും 3 തവണ താഴെ. ഹുദൈഫ നിങ്ങൾ വരണ്ട, നിങ്ങൾ വാക്ക് കൊടുത്തിട്ടില്ലേ? വാക്ക് പാലിക്കും. ഇങ്ങനെ സത്യസന്ധതയും വാക്ക് പാലിക്കാനും പഠിപ്പിച്ച വാർത്തയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അനലകും ബിമൻസിലത്തിൽ വാലിദിൽ വലദിഹി, മക്കൾക്ക് വാപ്പ സത്യസന്ധത പഠിപ്പിച്ചു കൊടുക്കണ്ടേ? വാപ്പയും മോനും യാത്ര ചെയ്യുമ്പോ ആരോ ഒരാളെ ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട്, എവിടെത്തി? വാപ്പയും മകനും നീലേശ്വരം ഗേറ്റിൽ കുഞ്ഞി കിടക്കുക. അവിടെ ഇങ്ങോട്ടൊരു പാലം നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? ഒരു ഗേറ്റ് അവിടെ ഇല്ലേ? നീലേശ്വരത്ത് പാലില്ലാത്ത ഗേറ്റില്ലേ? അവിടെ കുടുങ്ങി കിടക്കുക. വാപ്പയും മകനപ്പോ കൊളവയിൽ നിന്നുള്ള വീട്ടിൽ നിന്ന് ഉമ്മ വിളിക്കണ്ട, അല്ലെങ്കിൽ ഇപ്പൊ എടുത്ത് ചോറിനെത്തോ? ഞാൻ എത്തിടി, ഞാനേതാ കാഞ്ഞങ്ങാട് രാജധാനിയിൽ ഏതാണുള്ളത്, അതിന്റെ മുമ്പിലെത്തി. പ്രിൻസിപ്പൽ എന്തോന്നുണ്ടല്ലോ, മുബാറക് ജില്ലയിലുണ്ടോ? മലബാർ. ഒരു ഉദാഹരണം പറയാം, ഒരു ഉദാഹരണം പറയാം. മലബാറിന്റെ മുമ്പിലെത്തി പച്ച നുണയാണ് ഈ പറയണത്. വാപ്പ കുട്ടി കേൾക്കുകയാണ്. ഈ നുണക്ക് എനിക്കും പറയാൻ പറ്റും. കുട്ടി പഠിച്ചോ കിടക്കണത് നീലേശ്വരത്ത്. വാപ്പ പറയണ്ടേ, ഞാൻ ഇവിടെ കാഞ്ഞങ്ങാട് എത്തി, അല്ലെ കാഞ്ഞങ്ങാട് പള്ളിയുടെ മുമ്പിലെത്തി, എത്തിങ്ങാടിന്റെ അടുത്തെത്തി. എവിടെ കിടക്കണത് അവിടെയാണ്. ഈ നുണ നമ്മൾ പറയണില്ലേ? പറയാറില്ലേ? ഞാൻ ഇന്നലെ പരശുരാമൊക്കെ ലേറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഫറൂഖ് എന്നാ കയറിയത്. എന്റെ നാട്ടുകാരൻ ഒരാൾ ഡൽഹിക്കാരനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വിളിക്കുന്നുണ്ട്, ചോദിക്കാൻ വേണ്ടി. എന്റെ നാട്ടുകാരനാണ്, ഞങ്ങൾ കണ്ടിട്ട് കുറെ കാലമായിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, പിന്നെ ഞാൻ മഞ്ചേരിക്ക് വന്നതാണ്, ഇവിടെ ഉണ്ട് കുറച്ച് ഫർണിച്ചറൊക്കെ എടുക്കാൻ വേണ്ടി. ഞാൻ മഞ്ചേരി എപ്പോൾ ഉള്ളത് ചോദിച്ചോ? ചോദിച്ചു, നിങ്ങൾ എന്തിനൊക്കെ നുണ പറഞ്ഞത്? ഒന്നുമില്ല, നമ്മൾ ഈ പൊതുപ്രവർത്തനമൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടൂല, വീട് പണി നടക്കുന്നുണ്ട്, അപ്പൊ എന്നെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പറയാൻ പാടില്ല, നുണയാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഇരിക്കുന്നത് ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിലാണെന്ന് തന്നെ പറയണം. അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതല്ലേ സത്യം, അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് പഠിപ്പിച്ചു കൊടുക്കണം നേതാക്കന്മാർ, ഉസ്താദന്മാർ, ഇത് പഠിപ്പിക്കണം. പിരിവൊക്കെ എടുത്തിട്ട് നിങ്ങൾ മറ്റുള്ള പേരിൽ പറഞ്ഞെടുത്തോളി, പിന്നെ മുപ്പത് സ്വന്തം തന്നോളും പൈസ. ആദ്യം ഇത് നുണയാണ്, നുണ പഠിപ്പിക്കല്ലേ മക്കൾക്ക്, നുണ പഠിപ്പിക്കല്ലേ ശിക്ഷകൾക്ക്. സത്യം പറഞ്ഞു കൊടുക്കുക, സത്യം പഠിപ്പിച്ചു കൊടുക്കുക, ഹക്കായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ തിരിച്ചു പോയിക്കോ, ഞങ്ങളോടുകൂടെ വരരുതേ. കരാറുകൾ നിങ്ങൾ ചെയ്തിരിക്കണം ഹുദൈഫ. വാപ്പയായ നബി തങ്ങൾ മക്കളെ പഠിപ്പിക്കുകയാണ്. എന്തിന്റെ വാപ്പമാർ മക്കളുടെ മുമ്പിൽ വെച്ച് നുണ പറയരുത്. വാപ്പ നുണ പറഞ്ഞ മക്കളതല്ലേ പഠിക്കുന്നത്. എവിടെയാണോ നിങ്ങൾ ഉള്ളത് അവിടെ പറഞ്ഞാൽ മതി. 5 മിനിറ്റ് കൊണ്ട് എത്തണം പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് എത്തണം. അല്ലെങ്കിൽ പറയണ്ട, സമയം അറിയില്ല, ഞാൻ ഇപ്പൊ ഇവിടെയാണത്, വണ്ടിന്റെ പോക്കൽ സെറ്റ് ഒക്കെ ഉണ്ടാവും, അങ്ങനെ പറഞ്ഞോളൂ. 5 മിനിറ്റ് എത്തി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അത് 15 മിനിറ്റാണ്. എനിക്കറിയില്ല എന്നാ നമ്മുടെ നാടൊക്കെ ശരിയാവുന്നത്. എത്ര നുണ ഒരു ദിവസം പറയുന്നറിയോ? മൊബൈലിൽ കിട്ടിയ പിന്നെ മുഖം കാണാതെ നുണ പറയാലോ. എവിടെയുള്ളതെന്ന് ആർക്കറിയാം. നുണ പറയരുത്. 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എത്തും എന്ന് പറയുകയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എത്തുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. 9 മിനിറ്റിലെങ്കിലും എത്തണം. അല്ലെങ്കിൽ പറയുമെങ്കിൽ 15 മിനിറ്റ് വേണ്ടി വരും കേട്ടോ. എന്താ പറഞ്ഞാൽ നഷ്ടം? കോഴിക്കോട് കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞപ്പോ കണ്ണൂരാണ്, കണ്ണൂർ കിടക്കണം പറഞ്ഞപ്പോ ബാംഗ്ലൂരാണ്. നുണ പറയാ എത്ര തെറ്റുകളാണ്. ഇത് നമ്മുടെ സുഹൃത്തുക്കളെ പഠിപ്പിക്കുന്ന തെറ്റാണ്. നിരപരാധികളായ മക്കളെ പഠിപ്പിക്കുന്ന തെറ്റാണിത്. ഉമ്മയോ വാപ്പയോ നുണ പറഞ്ഞാൽ മക്കൾ അതാണ് പഠിക്കുന്നത്. അതുകൊണ്ട് സ്വഹാബത്ത് യുദ്ധത്തിന് പോകാനിരിക്കുമ്പോൾ ആ സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് അച്ചടക്കം പഠിപ്പിക്കുന്ന വാപ്പയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുദൈഫ തിരിച്ചു
സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഖുർആനൻ യംശി അലൽ അർളി ഭൂമിയുടെ മേൽ നടക്കുന്ന ഖുർആനാണ് പരിശുദ്ധ റസൂലുള്ളാഹി ഭൂമിയുടെ മേൽ നടക്കുന്ന ഖുർആനായിരുന്നു അവർ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടിയായിരുന്നൊരു കഥ പറയുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് നബി തങ്ങൾ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വീടൊക്കെ സന്ദർശിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങൾ പറയാൻ അന്ന് ഞാൻ കുട്ടിയായി ഞാൻ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉമ്മ എന്നെ വിളിച്ചു റസൂലുള്ളാഹി തങ്ങൾ വന്നപ്പോ ഹാ തആൽ ലിഉതീക അബ്ദുല്ലാഹി ഇബ്നു അംർ അബ്ദുല്ലാഹ് ഇങ്ങോട്ട് വാ നിനക്ക് ഞാൻ തരാം വിളിക്കൂലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ കൂടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണപ്പോൾ ആ നേരത്താണ് ഒരു ഉമ്മയുടെ വിളി കേൾക്കുന്നത് നബി തങ്ങൾ ആ ഉമ്മയിലേക്ക് തിരിഞ്ഞ് ചോദിച്ചു മാ മഅകി തുഅതീഹി ആ കുട്ടിയെ വിളിച്ചാൽ കുട്ടിക്ക് കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്താണുള്ളത് പെണ്ണേ യാ റസൂലല്ലാഹ് മഅീ തംറുൻ എന്റെ കൂടെ കുറച്ച് കാരക്കയുണ്ട് നബിയേ കയ്യിൽ കാരക്കയുണ്ട് ഇവിടെ സ്ഥിരം കിട്ടുന്നത് കുട്ടിക്ക് തേങ്ങ കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഉമ്മ പറയാം കുട്ടിയെ നിങ്ങൾക്ക് തേങ്ങ തരാൻ തേങ്ങ എമ്പാട് കിട്ടുന്ന നാട്ടിൽ തേങ്ങ കൊടുത്താൽ എന്താ അവസ്ഥ അതേപോലെയല്ല ഇപ്പൊ ഇവിടെ കാരക്കുണ്ടെന്ന് പറഞ്ഞത് എന്റെ കയ്യിൽ കാരക്കയുണ്ട് നബിയെ കൊടുക്കാൻ കാരക്കയുണ്ട് ഉണ്ടല്ലേ എന്നാ കുഴപ്പമില്ല അമാ അന്നകി ലൗലം യകുൻ മഅകി ശൈഉൻ തുഅതീഹി ആ കുട്ടിക്ക് കൊടുക്കാൻ ഒന്നും നിന്റെ കയ്യിലില്ലാതെയാണ് ഉമ്മ നീ ഇങ്ങനെ വിളിച്ചതെങ്കിൽ അത് നിങ്ങളുടെ റെക്കോർഡിൽ നുണയായി അല്ലാഹു രേഖപ്പെടുത്തും ഉമ്മു അബ്ദുല്ലാഹി ഇബ്നു ആമിർ അബ്ദുല്ലാഹി ഇബ്നു ആമിറിന്റെ ഉമ്മ നിനക്ക് തരാം കുഞ്ഞേ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ മോഹിപ്പിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നീ ഒന്നും കൊടുക്കാതിരുന്നാൽ ആ വിളിച്ചു വിളി നുണയായിട്ടെന്ന് രേഖപ്പെടുത്തുന്നു ആരാ പഠിപ്പിക്കുന്നത് ഉമ്മയെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിഥല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ഇദാ അഷ്റഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ പറയല്ലേ കേട്ടോ ഗൾഫിൽ നിന്ന് വരുമ്പോഴേ മൊബൈൽ ഫോൺ കൊണ്ടുവരാന്നൊക്കെ വെറുതെ വാക്ക് പറയണമെങ്കിൽ ഏതെങ്കിലും ചൈനക്കാരൻ്റെ മൊബൈലെങ്കിലും കൊണ്ടേ കൊടുത്തേക്കണം ഇല്ലെങ്കിൽ കൊണ്ടുവരുന്നു പറഞ്ഞ് പിന്നാളെ പറ്റിക്കരുത് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഗൾഫുകാർക്ക് ഏറ്റവും വലിയ വിഷമത നാട്ടിൽ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത് ഒരു ലാപ്ടോപ്പ് ഒരു iPhone 6 ഒരു iPad ഇതൊക്കെ കൊണ്ടുവരുന്ന ഒരു കൊണ്ടുവരുന്ന ലക്ഷോപ്പൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ വലിയ വലിയ പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും വാങ്ങിക്കൊടുത്താൽ ഗൾഫുകാരുടെ കയ്യിൽ വല്ലതും ഉണ്ടാവുമോ അപ്പൊ പറ്റുന്നത് വാഗ്ദാനം ചെയ്താൽ മതി അല്ലാത്തത് പറയരുത് ഭയങ്കര വിഷയമാണ് വാക്ക് പാലിക്കാൻ പഠിപ്പിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കിസ്റ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്ന കാലഘട്ടം കിസ്റ സാമ്രാജ്യം എന്ന് പറയുന്ന ഇന്നത്തെ ഇറാനും ബലൂചിസ്ഥാനും കുർദിസ്ഥാനും അടക്കമുള്ള തുർക്കിയുടെ അതിരുകളിലൂടെ കടന്നു പോകുന്ന മഹാസാമ്രാജ്യമാണ് അന്നത്തെ ഫാരിസ് അന്നത്തെ പേർഷ്യ എന്ന് പറയുന്നത് ആ സാമ്രാജ്യം ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നു ആരുടെ കാലത്ത് ഇസ്ലാമിക ലോകം ഭരിക്കുന്നത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് അന്ന് കിസ്റയുടെ കൊട്ടാരത്തിന്റെ വാതിലങ്ങ് തുറന്നപ്പോ വാതിന്റെ ഉള്ളിൽ കിടക്കുന്ന വിശാലമായ ഒരു പരവതാനി ഒരു കാർപ്പറ്റ് കിടക്കുന്നുണ്ട് ആ കാർപ്പറ്റിൽ നിവർന്നു നിൽക്കുന്ന പൂക്കളുണ്ട് ചെടികളുണ്ട് വസന്തം വിരിഞ്ഞതുപോലെ എന്ത് ചെടിയെന്നറിയോ ഓരോ ചെടിയിലും 100 കണക്കിന് മുത്തുകൾ വെച്ചിട്ടുള്ള ചെടികളാണ് പല വർണ്ണത്തിൽ ഓരോ മുത്തിന്റെയും വില എത്രയായി 1000 ദീനാർ വില മതിക്കുന്ന ഒരു മുത്ത് 1000 ദീനാറിന്റെ സ്വർണ്ണ നാണയമാണ് സ്വർണ്ണക്കടത്തൊക്കെ ചെയ്യുമ്പോൾ സ്വർണ്ണം പറയല് സ്ഥലം അങ്ങനെ പൂവായി കൊണ്ടുവരാൻ പറ്റുമോ നോക്കട്ടെ
പല നിലവും കൊണ്ടുവന്നൊക്കെ പൊളിഞ്ഞു, ചെരുപ്പിൻ്റെ ഉള്ളിലായിട്ടും വെച്ചായിട്ടും കൊടുക്കായിട്ടും ഒക്കെ കൊണ്ടുവന്നിട്ട് പൊളിയാണ്. ഐഡിയ കിട്ടാൻ വേണ്ടി പറയില്ല കേട്ടോ. ഓരോരുത്തരും ഓരോന്നാ മനസ്സിലാക്കിയെടുക്കുക. ഒരു വേദന കേട്ടാൽ മനസ്സിലാക്കണമെന്നുണ്ടാവുന്ന ഓരോരുത്തരും അവനവൻ്റെ ബുദ്ധിയിൽ അവനവൻ്റെ എക്സ്പേർട്ടൈസ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ്. ഇരിക്കട്ടെ, 10,000 ദീനാർ വിലമതിക്കുന്ന 10,000 ദീനാർ വിലമതിക്കുന്ന ഒരു മുത്ത്, അങ്ങനത്തെ ലക്ഷക്കണക്കിന് മുത്തുകളുള്ള കാർപ്പറ്റാണ് കിസ്രയുടെ കൊട്ടാരത്തിൽ. ഇതുകൂടെ മനസ്സിലാക്കുക. പറയും അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ ലാളിത്യം പറയുമ്പോ ചിലർ പറയും അതൊന്നും കിട്ടാനില്ലല്ലോ, അതുകൊണ്ടായിരിക്കും നബി തങ്ങൾ ആ പുൽപ്പായിലൊക്കെ കടന്നത്. അല്ല, അന്നത്തെ കണ്ടംപററി കിങ്സ് ആൻഡ് റൂളേഴ്സ് അവർ ജീവിച്ച കഥയാണ് ഇത് പറയുന്നത്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ആ കൊട്ടാരത്തിന്റെ കാർപ്പറ്റ് മദീനത്തേക്ക് കൊണ്ടുവരണം. ഒരൊട്ടകത്തിനോ 10 ഒട്ടകത്തിനോ കൊണ്ടുവരാൻ കഴിയില്ല. അതിനെ പീസാക്കി എടുത്തു. 100 കണക്കിന് കഷ്ണങ്ങളായി ഈ കാർപ്പറ്റിനെ കഷ്ണിച്ചു. സഹാബത്ത് മദീനത്തേക്ക് കൊണ്ടുവരണ്ടേ, ഇസ്ലാമിന് കിട്ടിയ സ്വത്താണ്, കൊണ്ടുവരികയാണ്. അങ്ങനെ 100 കണക്കിന് ഒട്ടകങ്ങളുടെ പുറത്ത് വെച്ച് കോടികൾ വിലമതിക്കുന്ന ബില്യണുകൾ വിലമതിക്കുന്ന മഹാസാമ്രാജ്യത്തിന്റെ മഹാസമ്പത്ത് ഇസ്ലാമിന്റെ കിട്ടിയിരിക്കുകയാണ്. മദീനത്തേക്ക് കടന്നു വന്നപ്പോ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയിലെ പള്ളിയുടെ പുറത്ത് വിരിക്കാൻ വേണ്ടി പറഞ്ഞു. അവർ പറഞ്ഞു, സ്വഹാബികൾ പറഞ്ഞു, ഉമർ എന്നവരെ വിരിച്ചു കാണിച്ചു തരാം ഇതുണ്ടായിരുന്ന രൂപം. പൂക്കൾ പല നിറത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന പൂക്കൾ കത്തും മുത്തുകളാണ്. എല്ലാം മുത്തുകളാണ്. ഇന്നൽ ഖൗമല്ലദീന അജ്ജൗ ഇലാ ഹാദിഹി ലഉമനാ. ഈ കർമ്മം നിർവഹിച്ച മുഴുവൻ സ്വഹാബികളും സത്യസന്ധന്മാരാണ്. അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ പ്രഖ്യാപിക്കട്ടെ എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ നൊബേൽ പ്രൈസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന പ്രൈസ് കൊടുക്കുകയാണ്. നിങ്ങൾ ചെയ്ത ആളുകൾ സത്യസന്ധന്മാരാണ്. ഒരു മുത്ത് പോലും പോയിട്ടില്ല. ഒരൊറ്റ മുത്തിന് നിരീക്ഷിച്ച് വെച്ചാൽ 10,000 ദീനാർ ഒന്നുപോലും പോയിട്ടില്ല. തങ്ങൾ നോക്കി, നിങ്ങൾ തന്നെയാണ് സത്യസന്ധന്മാർ, നിങ്ങൾ തന്നെയാണ് സത്യസന്ധന്മാർ. ഈ വാക്ക് അങ്ങോട്ട് പറഞ്ഞു തീർന്നപ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആ വാക്കിനെ കയറി പിടിച്ച് ഉമർ തങ്ങൾക്ക് ഒരു മറുപടി കൊടുത്തു. അഫിഫ് ഫഅഫു വലൗ റതഅത ലറതഉ. ഉമർ എന്നവരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചപ്പോൾ നിങ്ങളുടെ അനുയായികൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചപ്പോൾ നിങ്ങളുടെ അനുയായികൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു. വലൗ റതഅത ലറതഉ. ഉമറേ, നിങ്ങളെങ്ങാനും ആർഭാടം കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, പൈസയുണ്ടെന്ന് പറഞ്ഞ് അഭിമാനിച്ചുകൊണ്ടാണ്, പൈസയുടെ മേന്മ പറഞ്ഞ്, നടക്കുന്ന വാഹനത്തിന്റെ മേന്മ പറഞ്ഞ് അഭിമാനം ദുനിയാവിനെ വെച്ച് പറയാനാണ് ഉമറേ നിങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങളുടെ അനുയായികളും ആർഭാടത്തിന്റെ പിന്നാലെ പോയേനെ. നിങ്ങളത് ചെയ്തില്ല, അതുകൊണ്ട് അനുയായികൾ നന്നായി ഉമറേ. മറുപടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നേതാവിനെ കണ്ടിട്ടാ അനികൾ പഠിക്കുക, വാപ്പയെ കണ്ടിട്ടാ മക്കൾ പഠിക്കുക, ഉമ്മയെ കണ്ടിട്ടാ മക്കൾ പഠിക്കുന്നത്, നേതൃത്വത്തെ കണ്ടിട്ടാ അണികൾ പഠിക്കുക. ആണ് വിഷയം. ഇത് തർബിയത്താണ്, സമൂഹത്തിന് കിട്ടേണ്ട തർബിയത്തിന്റെ ചിത്രമിതാണ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചപ്പോൾ നിങ്ങളുടെ അനുയായികൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു. അവരാരും കണ്ടുകൊണ്ടുപോയില്ല. ഇസ്ലാമിന്റെ പേരിൽ ഒരുമിച്ച് കൂട്ടിയ സമ്പത്തിന്റെ കണക്കുണ്ടായി ആരും മോഷ്ടിച്ചില്ല, അവര് തട്ടിയെടുത്തിട്ടില്ല. നിങ്ങളെങ്ങാനും ആർഭാടത്തോടെ ജീവിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുയായികളും അത് ചെയ്യുമായിരുന്നു. നിങ്ങളത് ചെയ്തില്ലല്ലോ, അതുകൊണ്ട് അവരെ പറ്റി സത്യസന്ധന്മാരാണെന്ന് പറഞ്ഞതിൽ അത്ഭുതമില്ല. നിങ്ങളാണ് സത്യസന്ധത പഠിപ്പിച്ചത്. വാപ്പ പഠിപ്പിക്കണം, നേതാക്കന്മാർ പഠിപ്പിക്കണം, വീട്ടുകാരെ പഠിപ്പിക്കണം, ജ്യേഷ്ഠൻ അനുജന് മാതൃകയാവണം. മക്കളെക്കുറിച്ച് അന്വേഷിക്കട്ടെ. മക്കളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ ആളുകൾ? സുലൈമാൻ അലൈഹിസ്സലാമിന്റെ കാലത്തെ ഹുദ്ഹുദ് എന്ന പക്ഷിയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്.
പക്ഷിയെ കാണാതെ വന്നപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്താ പക്ഷിയെ കാണാത്തത്? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു. കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ അവിടെ വിഷയം എന്നറിയോ? ആയിരക്കണക്കിന് ജിന്നുകളും ആയിരക്കണക്കിന് ശൈത്താന്മാരും ആയിരക്കണക്കിന് മനുഷ്യരും സേവനം ചെയ്യുന്ന നബിയാണ് അല്ലാഹുവിന്റെ നബിയും രാജാവുമായിരുന്ന സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം. വാപ്പി നബിയാണ്, മകൻ നബിയാണ്. ആയിരക്കണക്കിന് പിന്നുണ്ട് അവരുടെ കുതിരകളും അവരുടെ സാമ്രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിയും. അതിന്റെ ഇടയിൽ ഹുദ്ഹുദ് എന്ന പക്ഷിയെ എന്താ ഞാൻ കാണാത്തത് എന്ന് ചോദിച്ചു സുലൈമാൻ നബി അലൈഹിസ്സലാം. നമ്മൾ വീട്ടിലേക്ക് വരികയാണ്, ആകെ 3 മക്കളുണ്ട്. മോൻ എവിടെയെന്ന് വാപ്പ ചോദിക്കാറുണ്ടോ? ഇതാണ് വിഷയം. മോൻ നിസ്കരിച്ചോ? മോൾ നിസ്കരിച്ചോ? മോൻ എപ്പോഴാ വന്നത്? മോൻ എപ്പോഴാ വീട്ടിൽ ഇറങ്ങിപ്പോയത്? എവിടേക്കാണ് പോയത്? വാപ്പ ചോദിച്ചിട്ടുണ്ടോ? ആയിരക്കണക്കിന് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം കേവലം ഒരു പക്ഷിയെ കുറിച്ച് ചോദിച്ചു. എവിടെയാണ് ഹുദ്ഹുദ് പോയത്? നമ്മൾ മക്കളെ കുറിച്ച് ചോദിക്കുന്നില്ല. എന്താണ് ഹുദ്ഹുദിനെ കാണാത്തത്? എവിടെ പോയി ഹുദ്ഹുദ്? എവിടെയാണ്? നബിയുടെ ജീവിതത്തിലേക്ക് നോക്കണം. മൈമൂന ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് താമസിക്കാൻ വരുന്ന കുട്ടിയാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് എന്നവർ ആരുടെ വീട്ടിലെ കിടക്കുക? അവരുടെ ഉമ്മയുടെ സഹോദരിയാണ്, നബിയുടെ ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു അൻഹാ. മയ്യ മുത്തമ്മയാണ്, എളാമയോ മുത്തമ്മയോ? ഇവിടെ എന്താ പറയുക? മുത്തമ്മക്ക് മാലയേശ്വരി മുത്തമ്മയാണ് മൈമൂന ബീവി. ബീവിന്റെ അടുത്ത് വന്ന് കിടക്കും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ചെറിയ കുട്ടിയാണ്. റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോൾ ഈ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ റഈസും നേതാവുമായ ഈ സ്വഹാബിയുടെ വയസ്സ് എത്രയെന്നറിയാം? നബി തങ്ങൾ വഫാത്താകുമ്പോൾ 13 വയസ്സ്. അങ്ങനത്തെ കുട്ടിയാണ് ഈ അബ്ബാസ് റളിയല്ലാഹു അൻഹു. തങ്ങൾ വഫാത്താകുമ്പോൾ വയസ്സ് 13. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുമായിരുന്നു, എപ്പോഴെല്ലാം മൈമൂന ബീവിയുടെ വീട്ടിൽ ഞാൻ കിടക്കാൻ പോകുന്നുണ്ടോ, ഞാൻ എൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മൂത്തമ്മയുടെ ഭർത്താവ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ഹബീബിൽ നിന്ന് പഠിക്കാനാണ് ഞാൻ പോയിരുന്നത്. നബി തങ്ങൾ വരുന്ന സമയം ചിലപ്പോൾ വൈകിയേക്കും. ഞാൻ അവിടെ കിടക്കുന്നുണ്ട്, മെല്ലെ ഉറങ്ങിയ പോലെ കിടക്കും. അങ്ങനെ നബി തങ്ങൾ എന്നെ കുറിച്ച് എന്നും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ മൂത്തമ്മയായ മൈമൂന ബീവിയോട്, നബിയുടെ ഭാര്യയോട് നബി തങ്ങൾ ചോദിക്കും, അസ്വല്ലൽ ഗുലാം, ഈ ചെറുപ്പക്കാരൻ നിസ്കരിച്ചിട്ടുണ്ടോ? അസ്വല്ലൽ ഗുലാം, നമ്മളെ കുട്ടി ചോറ് കഴിച്ചിട്ടുണ്ടോ? പത്തല് കഴിച്ചിട്ടുണ്ടോ? അല്ലേ? കുട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ചോദിക്കും. കുട്ടി നിസ്കരിച്ചിട്ടുണ്ടോ? കുട്ടി നിസ്കരിച്ചിട്ടുണ്ടോ? വാപ്പ മാത്രം നോക്കിയാൽ പോലെ മക്കളെ രാപ്പൊക്കെ വന്ന് നോക്കാം, അല്ലേ? മുതിർന്ന ആളുകൾക്കൊന്ന് ചോദിക്കാം, മുത്താപ്പുറത്തൊന്ന് ചോദിക്കാം, ഈ ചെറുപ്പക്കാരൻ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് എന്നെ കുറിച്ച് ചോദിക്കാറുണ്ട്. എന്റെ റസൂൽ ചോദിക്കുമായിരുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഇതൊന്നും നമ്മൾ ചെയ്യാതെ കുറച്ചവരെ കുട്ടിനെ സ്വാലിഹാക്കി തന്നെ എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടൂലേ? മംഗലാപുരത്ത് പോയ ട്രെയിൻ കയറിയിട്ട് തിരുവനന്തപുരത്ത് എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രോപ്പർ വണ്ടിയിൽ പ്രോപ്പർ ഡയറക്ഷനിൽ കയറിയാൽ അല്ലാഹു എത്തിച്ചു തരും. മക്കളുടെ ദീനിനെ കുറിച്ച് മാതാപിതാക്കൾ ചോദിക്കുന്നുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമും യാഖൂബ് നബി അലൈഹിസ്സലാമും തന്റെ മക്കൾക്ക് അവരുടെ മക്കൾക്ക് കൊടുത്ത ഉപദേശം ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ കാണാം. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളോട്, യാക്കൂബ് നബി അലൈഹിസ്സലാം അവരുടെ മക്കളോട് പറയുമായിരുന്നു, മക്കളെ
മരിച്ചു പോകരുത് കേട്ടോ, നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ എന്ന് അള്ളാന്റെ പ്രവാചകന്മാർ മക്കളെ ഉപദേശിച്ചിട്ടുണ്ട്. മക്കളെ ആരുപദേശിച്ചു? അമ്പിയാക്കന്മാർ. നബിയാണ് വാപ്പ. മക്കളെ മുസ്ലിമായിട്ടേ മരിക്കാവൂ കേട്ടോ, മറ്റു മതങ്ങളിലേക്ക് ചെന്ന് ചാടി പരലോക ജീവിതം നഷ്ടപ്പെടുത്തല്ലേ. അല്ലാഹുവിനെ മനസ്സിലാക്കാൻ വന്ന ലോകമാണിത്. ബുദ്ധിതന്നിലെ പടച്ചവൻ ചോറ് വെച്ച് തിന്നിട്ട് കടന്നുറങ്ങി മരിക്കാനുള്ള ലോകമല്ല ഇത്. കൃത്യമായും അല്ലാഹുവിനെ മനസ്സിലാക്കി ജീവിച്ച് അല്ലാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി അവനെ നിസ്കരിക്കുകയും അവൻ പറഞ്ഞത് അനുസരിക്കുകയും ചെയ്ത് ശരീരത്തിന് ഇഷ്ടമായിരിക്കാം, എന്റെ റബ്ബിന് ഇഷ്ടമല്ലല്ലോ ഞാൻ മദ്യപിക്കൂല, ശരീരത്തിന് ഇഷ്ടമായിരിക്കാം, എന്റെ റബ്ബിന് വെറുപ്പാണല്ലോ ഞാൻ വ്യഭിചരിക്കൂല, അങ്ങനെ ജീവിക്കാൻ വന്ന ലോകമാണിത്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ എന്ന് വാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളായ ഇസ്ഹാഖ് നബിയോടും ഇസ്മാഈൽ നബിയോടും പറഞ്ഞിട്ടുണ്ട്. വാപ്പയായ യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബിയോടും ബിന്യാമീൻ എന്നവരോടും അവരുടെ 10 സഹോദരന്മാരോടും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മക്കൾ ഉപദേശിച്ചിട്ടുണ്ടോ? മക്കൾക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറുൽ ബുറൂദായി വീടുകൾ ഏറ്റവും ഖൈറായ വീടുകളായി നമ്മുടെ വീടുകൾ അല്ലാഹു മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഷ്റഫുൽ ഖൽഖാണ് മാതാപിതാക്കൾക്ക് മാതൃക. എന്ത് ചെയ്യണം? എങ്ങനെയാണ് മക്കളോട് ഡീൽ ചെയ്യുന്നത്? മുഖം കറുപ്പിച്ച് വീർപ്പിച്ച് ദേഷ്യപ്പെട്ട് എപ്പോഴും അടിക്കുന്ന വാപ്പ അങ്ങനെയാണോ? ما ضرب رسول الله صلى الله عليه وسلم بيده عبدا ولا امرأة قط. ഒരു തന്റെ ഭാര്യമാരിൽ ഒരാളെ പോലും, അടിമകളിൽ ഒരാളെ പോലും, ഒരു കുട്ടിയെ പോലും കൈകൊണ്ട് അടിച്ചിട്ടില്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടിക്കാൻ നന്നാവുന്ന ഇന്നുള്ള നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്. എന്നാലും നമുക്ക് തോന്നുന്നു അടി കിട്ടിയാൽ തന്നെ ശരിയാവുള്ളൂ, അടി കിട്ടാതെ മക്കൾ ശരിയാവുന്നില്ല. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ, അബുദാബിയിലെ സ്കൂളിലൊക്കെ മക്കളോട് ഷട്ടപ്പ് എന്ന് പറയാൻ പാടില്ല. ഷട്ടപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ജോലി തെറിച്ചു പോകും. മോശപ്പെട്ട വാക്ക് കുട്ടികളോട് പറഞ്ഞു എന്നാണ് എൻ്റെ റിപ്പോർട്ട് വരിക. ഷട്ടപ്പ് എന്ന് പറഞ്ഞു നമ്മൾ നല്ല വാക്കാണെന്ന് വിചാരിച്ചു വെച്ചിട്ടില്ല. കുട്ടികൾ ഉണ്ടായിരിക്കണമെങ്കിൽ ബി ക്വയറ്റ്, ഇത്രയും ഉണ്ടായിരിക്കും മക്കളെ, ഇത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നുണ്ടോ ശകാരിക്കലും തൊടലോ അടിക്കലൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും ഈ മക്കളോട് അച്ചടക്കത്തിൽ പഠിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ അക്ഷര കുട്ടികളില്ല എന്ന് എൻ്റെ അഭിപ്രായം. ഇംഗ്ലീഷുകാരുടെ മക്കളൊക്കെ ഉണ്ട്, അറബികൾ പൈസക്കാരായ കുട്ടികളുടെ മക്കളൊക്കെ അവർക്ക് എന്ത് പഠിക്കണം, എന്തിന് വെറുതെ വരാനല്ല. അവരെയൊക്കെ അടക്കി നിർത്തണമെങ്കിൽ ഒരു ശകാരമോ അടിയോ പീഡനമോ താടനമോ ഒന്നും ആവശ്യമില്ലാതെ മക്കൾ കേൾക്കുന്നുണ്ട്. ചില ടെക്നിക്കുകളുണ്ട്, ടീച്ചേഴ്സ് മാത്രമാണ് ഞാൻ പറഞ്ഞുതരാം. അത് ചില ടെക്നിക്കുകളുണ്ട്. ഇത് ശറഇന്റെ രീതിയാണ്, ഇസ്ലാമിന്റെ രീതിയാണ്. തങ്ങൾ അടിച്ചിട്ടില്ല എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചോളൂ എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ഏതെങ്കിലും കുട്ടി അടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തങ്ങൾ അടിച്ചിട്ടില്ല. അടിച്ചത് തെറ്റാണെന്ന് പറയല്ല, അടിക്കാതെയും പരിഹാരമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിനെ കുറിച്ചാണ് പറയാൻ പോണത്. അതൊന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിട്ടാണ്